ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله صدق الله العلي العظيم أشد الناس بلاء الأنبياء ثم الأمثل فالأمثل أو كما قال شفيعنا رسول الله ولقد علمت بأن دين محمد من خير أديان البرية دينا وعلم أمة سيدنا محمد ഏറ്റവും സ്നേഹാദരവും ബഹുമാനം നിറഞ്ഞ ഈ ജമാഅത്തിൽ പരിശുദ്ധമായ ദീന്റെ കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുവന്യരായ പ്രസിഡന്റ് വിജയ ഹനീഫ അവറുകളെ, ഈ ജമാഅത്തിലെ ജനറൽ സെക്രട്ടറി ഷിഹാബ് സഖാഫി ഉസ്താദ് അവറുകളെ, മോനാജ് അവറുകളെ, ഈ ഇൽമുടെ സദസ്സിൽ അല്ലാഹുവിന്റെ ഇബാദത്ത്, അല്ലാഹുവിനു വേണ്ടി ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുടെ ഇബാദത്തിന സൗന്ദര്യം മനോഹരമായ രീതിയിൽ ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബുക തട്ടുന്ന വിധത്തിൽ പ്രസംഗിച്ച് വലിയ പണ്ഡിതനായ അബ്ദുൽ വാസിഅ് ബാഖവി ഉസ്താദ് അവറുകളെ, വേദിയിലുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, സദസ്സിലുള്ള ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ മജ്ലിസിൽ അല്ലാഹു ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, എല്ലാ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങളെല്ലാവരും ദുനിയാവും ആഖിറവും ഇസ്സത്തിലും സലാമത്തിലുമാക്കട്ടെ. ആമീൻ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ആമുഖം എന്തും നീട്ടിയോണ്ട് പോണ്ടില്ല. പരിശുദ്ധമായ ഈമാൻ
അഥവാ മുഅ്മിൻ ചൊന്നിട്ട് അവകാശപ്പെട്ട കൻകെത്തെ മുഅ്മിനീങ്ങളായ നങ്ങ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്ത ഇബാദത്തിനെ സംബന്ധിച്ച് ആ ഇബാദത്ത് ചെയ്യുന്നകൂറ് മുഅ്മിനായ മനുഷ്യൻകുള്ള ബാധ്യത ഏത് രൂപത്തിലായിട്ടിക്കുന്ന ഇബാദത്ത് എങ്ങനെ സൂക്ഷ്മത്തിൽ ജീവിക്കണോണ്ടു അവസാനം ബഹുമാനപ്പെട്ട അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് ചൊന്ന അവർ ഉപദേശം പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാർ സഹോദരിമാർ മനസ്സിലാക്കുന്നുകൊള്ള അവർ ഉപദേശം ഉസ്താദ് മലയാളത്തിൽ ചൊന്നെങ്കിലും എല്ലാവർക്കും അത് അർത്ഥായിട്ടിക്കൊണ്ട് നബീകരിക്കല ഒരു പെണ്ണിടെ അവസാനം മരണാനന്തര മയ്യത്ത് കുളിപ്പാട്ടി കഫൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് ആ മയ്യത്തിന് മേലിൽ നിസ്കരിക്കണു വേണ്ടി മയ്യത്തിരെ കട്ടിയിലെ ഉൽഗത്തിൽ വെച്ച് കിടപ്പാട്ടിയപ്പ ആ മയ്യത്തിരെ നടുഭാഗത്തിൽ ഇമാമ നിൽക്കിടുകയുണ്ട്. അതിന്റെ രഹസ്യ എന്ത് കഥ അങ്ങനെ ചൊല്ലതിരെ വിശദീകരിച്ചു. ഈ ഒരു വിശദീകരണം, ഈ ഒരു ഉപദേശം ഈമാനുള്ള ഒരു പെണ്ണുക്ക് സ്വന്തം ശരീരത്തെ ഔറത്തിനെ കാത്തു സൂക്ഷിക്കണു അള്ളാഹുടെ പേടിയില്ലെങ്കിൽ വയ്യാവോട് മറിച്ചൽ പിന്നെ പോലും ആ മയ്യത്തരെ നടുഭാഗത്ത് ഇമാമ നിക്കണോ ആണ് മറിച്ചെങ്കിൽ അങ്ങനെ അല്ല. ആണികളെ മയ്യത്തര അങ്ങനെ അല്ല. ആണികളെ മയ്യത്തര തലഭാഗത്താണ് ഇമാമ നിക്കടെ. എങ്കിൽ ആ മയ്യത്ത് പെണ്ണാണെങ്കിൽ പെണ്ണിടെ നടുഭാഗത്ത് നിക്കടെ പെരകവുള്ള ആളുമാർക്ക് പെണ്ണിടെ ആ ഭാഗം കാണുകു തീരാച്ചൊന്നും മറക്കണുകു വേണ്ടി ഓപ്പൺ ഉള്ളതല്ല. കുളിപ്പാട്ടിട്ട് കഫൻ ചെയ്തിട്ട് ഒരു കട്ടിയിലെ ഉൽഗ വെച്ചിട്ട് മറച്ചിട്ട് കൊണബന്ന കൻകത്തെ ആ ശരീരത്തുക പോലും അത്തരം മാത്രം സംരക്ഷണ കൊടുക്കണോണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ടിട്ടുണ്ടെങ്കിൽ ഔറത്തര ബഗ്ഗെ ഞങ്ങളെ തടിര ബഗ്ഗെ പിന്നെ ഒരാള് ആകർഷിച്ചു പോവാച്ചോളുടെ ആ ഒരു ചിന്തയിലായിട്ടിക്കണു ഒരു പെണ്ണിടെ ജീവന അവൾക്ക് ബുദ്ധി വന്നതിൽ മുതൽ മരിക്കെടുത്തവരേക്കും അള്ളാഹു ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ഇതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്ന കാരണം. പ്രത്യേകിച്ചിട്ടും അള്ളാഹുടെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരുടെ ഉറൂസു അതിരൊട്ടിಗೆ അനുബന്ധിച്ച് നടത്തിരകനിക്കത്തെ വഅദയുടെ മജ്ലിസുകളെല്ലാം ഞങ്ങൾ ബറുമ്പത്തുക പലപ്പോഴും അന്യാനികളെ എതിരുക അന്യാനികളെ ഇടലായിട്ടുള്ള നടക്കണായിട്ടുള്ള വന്നുപോണ്ട് അത് സാധ്യായത്തര സൂക്ഷിക്കൊള്ളു, ജാഗ്രത ആക്കിക്കൊള്ളു. ഇനങ്ങനെ സന്ദർഭത്തിൽ അങ്ങനെ ആയി പോയെങ്കിൽ പോലും ഞങ്ങൾ ഔറത്ത് പൂർണ്ണമായി മറച്ചിട്ട് തല താത്തിട്ട് ജാഗ്രതയിലും ഇസ്സത്തിലും അള്ളാഹുടെ പേടിച്ചിട്ട് ആ മഹാന്മാരെ പൊരുത്തത്തെ ആഗ്രഹിച്ചിട്ട് നടക്കൊണ്ടിട്ട് നാ ഓർമ്മപ്പെടുത്തരെ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളായ ഞങ്ങളെ കാണ മുന്നുള്ള ജീവിച്ചു പോയ കനിക്കത്തെ മഹാന്മാർ സ്വാലിഹീങ്ങൾ അങ്ങ കാട്ടി തന്നെ കനിക്കത്തെ തെറു അങ്ങനെ ത്യാഗോജ്വലമായ ജീവന അങ്ങനെ ഇൽമ് അങ്ങ് അല്ലാഹുവിനെ പേടിച്ച കനിക്കത്തെ തഖ്വ. ആ തഖ്വയാണ് ഇണ്ടും ദുനിയാവിൽ ഈ നിലക്ക് ഇൽമുടെ പറത്തുണക്ക് കാരണമായി. ബഹുമാനപ്പെട്ട അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് വിശദമായിട്ട് അതിന്റെ തുടക്കത്തിൽ ചൊന്തു. ഞാൻ രണ്ടാമതക്ക് കടക്കില്ല. ആ ഈമാൻ ഒരു മുഅ്മിനായി ജീവിക്കണകുള്ള കനിക്കത്തെ വ്യവസ്ഥിതമായ ഒരു അവസരത്തെ ഞങ്ങളെ മുൻഗാമികളായ ആളുമാർ എത്തുപാട്ടി തന്നിട്ടില്ലെങ്കിൽ എന്റെ പിരുസത്തെ മുഅ്മിനീങ്ങളെ, ദുനിയാവിൽ ജീവിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടും തൊന്തരയും കഷ്ടവും നഷ്ടവും നൊമ്പലവും എല്ലാം സഹിക്കണായിട്ട് പോകും. അത് എത്ര വലിയ ആളാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ചെന്ന ഒരു ഹദീസിൽ അശദ്ദുന്നാസി ബലാ അൽ അംബിയാ, ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വലിയ പരീക്ഷണത്തിന് വിധേയമായത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്, അല്ലാഹുവിന്റെ നബിമാരാണ്. അല്ലാഹുവിന്റെ നബിമാരാണ് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായത്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ നബിമാരെ നന്തര ഈ ദുനിയാവിൽ വലിയ വലിയ പരീക്ഷണത്തുകൊളകായിടെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാരെ നന്തര ആ ഔലിയാക്കന്മാരെ തുടർന്ന് ജീവിക്കുന്ന കനിക്കത്തെ മഹാന്മാർ, വലിയ വലിയ മഹാന്മാർ അങ്ങാണ് അല്ലാഹു വലിയ വലിയ പരീക്ഷണത്തെ കൊടുത്തത്. പക്ഷെ നിസാരമായ എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയ
ഒരു ഈപ്പെടെ രംഗയുടെ ബല പോലും ഇല്ലാത്ത കണിക്കത്തെ പരീക്ഷണത്തെ മുന്നുള്ളൂ പരാജയപ്പെട്ടിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ആത്മഹത്യ പോലോത്തേക്ക് ശരണാവിടാ ചൊല്ലത് ഞങ്ങൾ ആലോചന ആക്കുന്ന വിഷയം. അള്ളാന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൊല്ലല്ലേ, അള്ളാന്റെ റസൂലുകു എത്ര വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായി. ആ തുടക്കത്തിൽ ഓതി ആയത്ത് ഏത് കൊണ്ടുണ്ട പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫ്. എല്ലാ ബലിയാസരണ്ടും ഓതൽ ഏറ്റവും കൊറോടി ചൊന്നെങ്കിൽ ഒരു 3 വട്ടയെങ്കിൽ ഓതൽ സുന്നത്തുല്ല കനിക്കത്തെ സൂറത്ത്. കൊറോടി ചൊന്നെങ്കിൽ 3 വട്ട ഓതൽ യാറ എത്ര വട്ട വേണമെങ്കിലും ഓത. ബലിയാസരന്റെ ഓതൽ സുന്നത്തുല്ല സൂറത്ത് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്. ആ കഹ്ഫ് കൊറോടി ചൊന്നെങ്കിൽ 3 വട്ട ഓതണു ചൊല്ലുമ്പോ ഒരു വട്ട പോലും ഓതണു ഞങ്ങൾക്ക് സാധ്യാവില്ല ചൊല്ലത് ഞങ്ങളെ ഈ മാണ്ടി ഞങ്ങൾ വന്നു ആലോചന കൊണ്ടുകൊണ്ട്. അതാണ് ഇബാദത്തിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച് ഞാൻ ഇത്ര നേരം കൂടെ വാദ ചൊല്ലി ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ ആ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹ്ഫിൽ ചൊല്ലുടെ എനിക്കത്തെ ഒരായത്ത്. എന്തിനായത്ത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കത്തെ മുശ്രിക്കീങ്ങളായ ചില ആളുമാർ അള്ളാന്റെ റസൂലു നാണ് നബി അവസാനത്തെ പ്രവാചകനോ ചൊന്ന് വാദിച്ച് വരുമ്പത്തു അള്ളാഹുടെ നബി ഒക്ക അല്ലേ ചൊന്നിട്ട് പരീക്ഷാക്കണക്ക് വേണ്ടി എന്തെല്ലാം കസരത്താക്കിയ ചില പണ്ഡിതന്മാർ അതുക്ക് മുന്നത്തെ മതത്തിൽ അനുസരിച്ച് ജീവിച്ച ഈസാ നബി അനുസരിച്ച് ജീവിച്ച ആൾമാർ അള്ളാന്റെ റസൂല് ഒക്കെ ചൊന്നിട്ട് ടെസ്റ്റ് ആക്കി നോക്കിയിട്ട് ഷഹാദത്ത് കലിമ ചൊന്ന് മുസ്ലിമായില്ല. എങ്കിൽ ചില ആൾമാർ അള്ളാന്റെ റസൂലിനെ ഏത് മുഅ്ജിസത്ത് കണ്ടിട്ടും അള്ളാന്റെ റസൂല് ചൊന്ന് ഉറപ്പാവിടെ എല്ലാ അടയാളത്തെ കണ്ടിട്ടും കിബറ് കൊണ്ടിട്ടു അള്ളാന്റെ റസൂൽ അംഗീകരിച്ചിട്ടില്ല. കിബറു ചൊല്ലത് അങ്ങനല്ലേ. ഒരു മനുഷ്യന്റെ മനസ്സ് മീത്ത് ഒരു തെല്ല് കിബിറിന്റെ ഒരു അംശം വന്നു പോയിട്ടുണ്ട് കണ്ടെങ്കിൽ പിന്നെ അവന്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു പോയിട്ട് ആഖിറത്തെ സംബന്ധിച്ച് ചൊല്ല വേണ്ട. അവനുക്ക് അല്ലാഹുടെ സ്വർഗ്ഗം ഹറാമുണ്ട്. ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് ശുദ്ധാവണം, ഖൽബ് ശുദ്ധാവണം. എത്ര വലിയ ആലിമായെങ്കിലും എത്ര പാവപ്പെട്ട ഒരു വിവരയില്ലാത്ത ആളാണെങ്കിൽ പോലും അങ്ങനെ മനസ്സ് നല്ലാവണോ. ഇബാദത്ത് ധാരാളമുണ്ടു, പക്ഷെ മനസ്സിൽ കെബിർ കൊണ്ടുകൊണ്ട് കണ്ടെങ്കിൽ അവന്റെ ഇബാദത്ത് അള്ളാഹു വിലപിക്കില്ല. ഏതുമാവട്ടെ അള്ളാന്റെ റസൂലിനെ ടെസ്റ്റാക്കണക്ക് വേണ്ടിയിട്ട് മക്കത്തെ മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ചില ആളുമാർ, പ്രധാനപ്പെട്ട ചില ആളുമാർ അള്ളാന്റെ റസൂല് മക്കത്തിൽ പ്രവാചകനായി നബിയായി വന്ന സന്ദർഭത്തില് മദീനത്ത് പോയി ഇസ്ലാമിന്റെ ശത്രുവായ ജൂത പണ്ഡിതന്മാരെ സമീപിച്ചിട്ട് ഞങ്ങളെ റായത്തിൽ മുഹമ്മദ് ചൊല്ലിയവരാള് അവസാനത്തെ പ്രവാചകൻ ചൊന്നിട്ട് അവകാശപ്പെട്ടു ഞാൻ അള്ളാന്റെ അവസാനത്തെ നബിയിട്ട് ഒരാൾ ചൊന്നോണ്ട് പണ്ട് അയാൾ അള്ളാഹുടെ നബിയാണ്ട് ഞങ്ങൾക്ക് അറിയണുകോ, അഥവാ അയാളുടെ പകൽ നിങ്ങൾ അള്ളാഹുടെ നബിയാണ്ട് ഞങ്ങൾക്ക് ചൊന്നു തരണോ ചൊല്ലുമ്പത്തുകൂ. ജൂത പണ്ഡിതന്മാര് ഇസ്ലാമുടെ ശത്രുത ഉള്ള കനിക്കത്തെ ചില ആളുമാർ ആ മതത്തിലുള്ളാറ് ആ പണ്ഡിതന്മാർ ഈ മക്കത്തെ പോയ മുശ്രിക്കീങ്ങളുടെ ചൊന്നു കൊടുക്കൂടെ ആ മുഹമ്മദ് നബി അള്ളാഹുടെ നബിയാ ചൊന്നു അറിയണുകോ. നാണിങ്ങൊരു തന്ത്ര ചൊന്നുതണ്ട്, നിങ്ങൾക്ക് നാടൊരു ഹിക്മത്ത് പടിപ്പാട്ടിതണ്ട്. അഥവാ അള്ളാഹുടെ നബി മാർഗം മാത്രം ഗൊന്തിക്കിട കനിക്കത്തെ ഒരു പ്രശ്നം. അള്ളാഹുടെ നബി അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഉത്തര ചൊല്ലണുകാവാത്ത ഒരു പ്രശ്നരെന്നാണ് ചൊന്നു പടിപ്പാട്ടിതണ്ട്. ആ പ്രശ്നം നിങ്ങൾ മുഹമ്മദ് ചൊല്ലിയ വ്യക്തിരൊട്ടിക പോയി കേട്ടെങ്കിൽ അയാൾ അള്ളാഹുടെ നബിയായിട്ട് മീത്ത് ഇല്ലാണ്ട് കണ്ടെങ്കിൽ അയാൾക്ക് അതിനെ ഉത്തര ചൊല്ലണുകാവില്ല. ആ പ്രശ്നം മക്കത്തെ പോയ ഖുറൈശിങ്ങൾക്ക്, മക്കത്തെ പോയ മുശ്രിക്കീങ്ങൾക്ക് ജൂതനായ പണ്ഡിതന്മാർ പടിപ്പാട്ടി കൊടുക്കാറ്. ഏത് പ്രശ്നങ്ങൾ കൊണ്ടുണ്ട് അള്ളാഹുടെ റസൂലട്ടിക കേൾക്കണുകോ. ഒന്ന് റൂഹു ചൊന്നെങ്കിൽ മനുഷ്യന്റെ തടില മറഞ്ഞു കിടക്കട ആത്മാവ് ചൊന്നെങ്കിൽ എന്തിനേട്ട് കേൾക്കണോ. രണ്ടാമത് സ്വഹാബുൽ കഹ്ഫിന്റെ ബാലകാരമാരെ സംബന്ധിച്ച് കേൾക്കണോ. മൂന്നാമത് ദുൽഖർനൈനി ചക്രവർത്തിയെ സംബന്ധിച്ച് കേൾക്കണോ. ഈ 3 ചോദ്യത്തിന് ഉത്തര ചൊല്ലണുകൊരു നബിക്കല്ലാണ്ട് സാധ്യമല്ല. അയാൾ അള്ളാഹുടെ നബിയാണെങ്കിൽ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തര ചൊല്ലൂ. അങ്ങനെ ഉത്തര ചൊന്നെങ്കിൽ അത് അള്ളാഹുടെ റസൂലോട് നിങ്ങൾ അംഗീകരിക്കണോ, അള്ളാഹുടെ നബിയെ നിങ്ങൾ ഉറപ്പിക്കണോ. ആ നബിയുടെ ശരീഅത്തിനെ നിങ്ങൾ പിൻപറ്റണോ.
അതല്ലാ ഉത്തര ചൊല്ലണുകാവില്ലാണ്ട് കണ്ടെങ്കില് ആ മുഹമ്മദ് നബിക്ക് ഈ ചോദ്യത്തിന് ഉത്തര ചൊല്ലണുക മീത് തീരില്ലാണ്ട് കണ്ടെങ്കില് അയാളെ നിങ്ങൾ കൊല്ലണോ? മക്കത്തെ മദീനത്തുക പോയ മുശ്രിക്കീങ്ങളെ മടങ്ങി മക്കത്തുക ബണ്ടാറ് എന്നിട്ടെങ്കിലും സമുദായത്തിൽ പെട്ട എല്ലാ ആളുമാരിട്ടുക ചൊല്ലുടേ അള്ളാഹുടെ നബി ചൊന്ന് വാദിച്ചു പറഞ്ഞ ഒരാള് അയാള് അള്ളാന്റെ പ്രവാചകനാ ചൊന്ന് അറിയണുകൂ. ജൂത പണ്ഡിതന്മാർ ഞങ്ങൾക്ക് നല്ല ഒരു ഹിക്മത്തിന്റെ പടിപാടി തന്നറാറ്. 3 പ്രശ്നം അയാളൊട്ടിക ഞങ്ങൾ കേൾക്കണു. ആ 3 പ്രശ്ന ഉത്തര ചൊല്ലുടോണ്ട് കണ്ടെങ്കില് ആ 3 ചോദ്യത്തിന് ഉത്തര ചൊല്ലുടോണ്ട് കണ്ടെങ്കില് ഞങ്ങൾ എല്ലാരും ഷഹാദത്ത് അംഗീകരിക്കണോ? അള്ളാഹുടെ ഏകദൈവത്തെ അംഗീകരിക്കണോ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുന്നോ കടന്നു വന്ന സമയത്തില് ഒരു വിഭാഗം ആളുമാര് ഇന്നലെ വരേക്കും ഇസ്ലാമിനെ പരിഹസിച്ച തമാശാക്കി ആളുമാര്, ഇന്നലെ വരേക്കും അല്ലാഹുവിന്റെ റസൂലെ കൊല്ലുക നോക്കി ആളുമാര്, ഇന്നലെ വരേക്കും സ്വഹാബത്തിനെ തെരുനടക്കണു കൂടാത്ത ആളുമാരുണ്ടല്ലേ. ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ ഹദ്റത്ത് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിട്ടിക 3 പ്രശ്നം കേൾക്കണു തയ്യാറാവിടാറ്. സുബ്ഹാനല്ലാഹ്, ആ പ്രശ്നം അല്ലാഹുവിന്റെ റസൂൽ ഉത്തര ചൊന്നെങ്കില് അങ്ങ് എല്ലാരും മുസ്ലിമാവണു തയ്യാറാണ്. എത്ര നല്ല ഒരു അവസരമാണ് സ്വഹാബത്തുക അഭിമാനം കൊള്ളുകൂ, സ്വഹാബത്തുക സന്തോഷിക്കൊണു. എത്ര നല്ല ഒരു അവസരമാണ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ വന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ചൊല്ലോടെ മുഹമ്മദേ നിങ്ങൾ അല്ലാഹുടെ നബി ചൊല്ലുടെ വാദ നേരാണെങ്കിൽ ഞങ്ങൾക്ക് ഏകടെ ചോദ്യത്തെ ഉത്തര ചൊല്ലണോ? അതല്ലാ ഉത്തര ചൊല്ലണു കാവില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നബിയായിട്ട് അംഗീകരിക്കില്ലാണ്ട് മാത്രമല്ല ഈ ദുനിയാവൊരു ജീവിക്കണുകെ നിങ്ങളെ പൊടാല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിട്ടിക ചോദ്യം കേൾക്കടാറ്. മുഹമ്മദേ റൂഹു ചൊന്നെങ്കിൽ എന്തിനേട്ട് ചൊല്ലണോ? ആത്മാവ് ചൊന്നെങ്കിൽ എന്തിനേട്ട് ചൊല്ലണോ? അബ്ദുൽ വാസി ബാഖബി ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അല്ലാഹു തന്ന കൻകത്തെ തടി, അല്ല പടച്ച കൻകത്തെ ശരീരത്തെ ഈ രൂപങ്ങള്, അല്ല പടച്ച കൻകത്തെ അവയവങ്ങള്, ലോകത്ത് ഏത് സാമണക പേരും സ്പെയർ പാർട്ടുണ്ടോ? ഏത് സാമന്തുക്കും ബദലി വ്യവസ്ഥയുണ്ടോ? പക്ഷേ ഒരു മനുഷ്യരുടെ ശരീരത്തെ ഏതെങ്കിലും ഒരു മുള്ളു പൊളിഞ്ഞെങ്കിൽ പോലും അതുപോലത്തെ ഒരു മുള്ളുടെ വ്യവസ്ഥയില്ല. ഒരു കണ്ണു പോയെങ്കിൽ കണ്ണുക കണ്ണല്ലാതെ വേറെ എന്തും ബദലുകില്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക വന്ന് കേക്കടെ ആത്മാവ് റൂഹു ചൊന്നെങ്കിൽ എന്തിന് നബിയേ? എത്ര വലിയ വൈദ്യകീയ ശാസ്ത്രജ്ഞന്മാരുള്ള ദുനിയാവുലു. സുബ്ഹാനല്ലാഹ്, ഒരാളെ ഹാർട്ട് പിന്നൊരാളുക വെച്ചിട്ട് ഹാർട്ട് ഓപ്പറേഷൻ ആക്കിയിട്ട് സ്റ്റണ്ട് ഇട്ടല്ല വേറെ എന്തെങ്കിലും അല്ല. ഒരാളെ ഹാർട്ടിനെ മേടുത്ത് പിന്നൊരാളുക ഹാർട്ട് വെച്ച് ജീമാക്കടെ ആളുമാറുണ്ടോ? ഒരാളെ കിഡ്നി എടുത്ത് പിന്നൊരാളുക വെച്ചിട്ട് അയാളെ സമത്തില് ആരോഗ്യത്തിൽ നടക്കുന്ന പോലെ ആക്കടെ ആളുണ്ടോ? എങ്കിൽ ഇണ്ടേവരേക്കും ആത്മാവിടെ കണ്ടുപിടിക്കൊണ്ടുകായ ആളില്ല. മനുഷ്യരെ തടിയിൽ നിന്ന് പിരിഞ്ഞു പോയ റൂഹുടെ ബദലുക്ക് ഒരാളുക റൂഹ് കൊടുത്തിട്ട് ഒരു മനുഷ്യരെ ജീമാ കൊണ്ടുകായ ആള് ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക വന്നിട്ട് എന്തിന് നബിയെ റൂഹു ചൊന്നെങ്കിൽ കേൾക്കുമ്പോത്തുകോ? ദുൽഖർനൈനി ചക്രവർത്തിയുടെ ಬಗ್ಗೆ ചൊല്ലണോണ്ട് ചൊല്ലുമ്പോത്തുകോ? അസ്ഹാബുൽ കഹ്ഫിലിന്റെ ബാലകാരമാരുടെ ಬಗ್ಗೆ ചൊല്ലുമ്പോത്തുകോ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ മുന്നിൽ വെച്ചിട്ട് ആ മക്കത്തെ മുശ്രിക്കീങ്ങളിട്ടിക ചൊല്ലുടെ പലക്കെന്തിരെ കൊന്തുണ്ടാ? നാളെ ബറൂണാണ് ചൊല്ലുട, നാളെ വന്ന് കേക്കോറു നിങ്ങളെ പ്രശ്നക്ക് നാണ് ഉത്തര ചൊല്ലുട. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ എന്തേ അങ്ങനെ ചൊല്ലണുകൊല്ല? കാരണ നാണ് പ്രസംഗത്തിൽ ഏത് വിഷയ ചൊല്ലുടെങ്കിൽ പോലും അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് ചൊന്നതിനെ മേബേനെങ്കിൽ വിശദീകരിക്കാം. കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ അകലെ ഇൽമ സാധാരണ ഇൽമല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഇൽമുൽ വലിയ ബർക്കത്തുണ്ടാവണുകൊല്ല. കാരണ ഇലാഹുടെ പേടിച്ച മഹാന്മാരിൽ നിന്ന് കിട്ടിയ ഇൽമാണ്. ഈ 3 ചോദ്യത്തെ അല്ലാഹുവിന്റെ റസൂലിട്ടിക കേൾക്കുമ്പോത്തുകോ? അല്ലാഹുവിന്റെ റസൂൽ 4 ചൊല്ലുകൊല്ല. കാരണം ജിബ്രീൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലുക ചൊന്നു കൊടുത്തിട്ടാവണോ? മിഹ്റാജിലെ ജാവുക 5 വഖത്ത് നിസ്കാരം നിർബന്ധമായ സന്ദർഭത്തില് ഒരു ജാവുടെ നേരെ വെൽക്കുമ്പോത്തുകോ
ഏതാകാശത്തെ അപ്പുറത്തേക്ക് പോയിട്ട് അല്ലാഹുടെ കണ്ടു വന്നേ അല്ലാഹുടെ റസൂൽ 5 വഖത്ത് നിസ്കാരം നിർബന്ധമായി ചൊല്ലുമ്പോൾ അണ്ടത്തെ സുബ്ഹി നിസ്കാരത്തെ അല്ലാഹുടെ റസൂൽ നിസ്കരിച്ചില്ല. ളുഹർ നിസ്കാരം മുതലാണ് നിസ്കാരം തുടങ്ങടേ. പാതിര ജാവക അല്ലാഹുടെ കണ്ടു വന്നേ 5 വഖത്ത് നിസ്കാരത്തെ ഓശാരമായിട്ട് അല്ല കൊടുത്തപ്പോ സന്മാനമായി കൊണബന്ധന വിധങ്ങള് സുബ്ഹി നിസ്കരിക്കാണിക്കൊണുകൊല്ല. കാരണം ഉസ്താദ് ചൊന്തല്ലേ നിസ്കാര എങ്ങനായിട്ട് അല്ലാഹുടെ റസൂലുകു തെരിയാത്തത് കൊണ്ടു ജിബ്രീൽ വന്ന് പടിപ്പാട്ടി കൊടുക്കുന്നത് വരേക്കും അല്ലാഹുടെ റസൂല് കാത്തു നിന്നിട്ട് ളുഹറുടെ സമയത്തിൽ ജിബ്രീൽ വന്ന് ചൊന്നു കൊടുത്ത മുഖാന്തരാണ് നിസ്കാരം തുടങ്ങടേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എന്തിര ചൊല്ലണെങ്കിലും ജിബ്രീൽ വന്ന് ചൊന്നു കൊടുത്തിട്ടാവണു. പിറ്റാണ്ട് അല്ലാഹുടെ റസൂൽ 4 ചൊല്ലുകൊല്ല. കാരണ ജിബ്രീൽ ചോദ്യത്തിന് വ്യക്തമായ മറുപടി അല്ലാഹുടെ റസൂൽ ചൊന്നു കൊടുത്തിട്ടാവത്തുകൂ. ആ മക്കത്തെ മുശ്രിക്കീങ്ങൾക്കെതിരെ വിശദീകരിച്ചു കൊടുക്കുമ്പോത്തുകൂ കൂട്ടം കൂട്ടമായി ഷഹാദത്ത് കലിമ ചൊന്ന് മുസ്ലിം ആവാറല്ലേ. അല്ലാഹുടെ റസൂൽ സ്വഹാബത്ത് കാത്തു നിൽക്കണാറ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ പിറ്റാണ്ട് ചൊമ്മാളുമാറ് കൂട്ടത്തോടെ വേണ്ടേ. എന്നിട്ട് അല്ലാഹുടെ റസൂൽ ഇട്ടുക ഈ ചോദ്യത്തെ മറുപടി ഉത്തര കേൾക്കുമ്പോ തൂകൂ അല്ലാഹുടെ റസൂലുക ചൊല്ലണുകാവില്ല. അതിനെ പിറ്റാണ്ട് പറമ്പത്തുകും അല്ലാഹുടെ റസൂലുക ചൊല്ലുക തരില്ല. സുബ്ഹാനല്ലാഹ്. പോണഞ്ചി നാള് വരേക്കും അല്ലാഹുടെ റസൂലുക ഉത്തര ചൊല്ലുകാവില്ല. ഈ ലോകത്തെ പടക്കൊണുക കാരണമായ അല്ലാഹുടെ റസൂൽ നാളെ ചൊല്ലുടെ ചൊന്ന പ്രശ്നയുടെ ഉത്തര ചൊല്ലുക പോണഞ്ചി നാളില് ഉണ്ടാവില്ല. ഇടീ മക്കത്തുള്ള മുശ്രിക്കീങ്ങൾ അല്ലാഹുടെ റസൂലിനെ വേണ്ടാത്തത് ചൊന്ന് ആഘോഷിക്കുമ്പോത്തുകൂ അല്ലാഹുടെ റസൂല് സ്വഹാബത്ത് പോലും ബേജാർ അനുഭവിക്കുമ്പോത്തുകൂ അല്ലാഹുടെ റസൂല് പോലും കണ്ണിടെ തന്നെ എടുക്കുമ്പോത്തുകൂ പോണഞ്ചി നാളിലുണ്ട് അല്ലാഹുടെ റസൂലുക മറുപടിയില്ല. സുബ്ഹാനല്ലാഹ് എന്നാണ് അതല്ല ചൊന്നേ മുസ്ലിമേ. ഈ സമുദായത്തിൽ ഒരു 4 നടുലു അങ്ങനെ ഇജ്ജത്ത് പോണ്ടു ചൊല്ലുമ്പോത്തുകൂ ഈ സമുദായത്തിൽ ഒരു 4 നടുലു തലതാത്തനായി പണ്ട് കാണുമ്പോത്തുകൂ ഈ സമുദായത്തിൽ ഈ പെട രംഗക്ക് പോലും വിലയില്ലാത്ത കൻകത്തെ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ വരുമ്പോത്തുകൂ ആ പരീക്ഷണത്തെ മുന്നൊരു തലതാത്തര മുസ്ലിമേ അല്ലാഹുടെ റസൂൽ ഉത്തര ചൊല്ലുകാവാത്തത് പോണഞ്ചി നാളാട്. മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്തെല്ലാം ചൊന്നിട്ട് അല്ലാഹുടെ റസൂലെ വേണ്ടാത്ത ചൊന്ന് ആക്ഷേപിക്കുമ്പോത്തുകൂ അല്ലാഹുടെ റസൂൽ ഒട്ടിക പോണഞ്ചാമത്തെ നാള് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ വന്നു ചൊല്ലുടു യാ റസൂലല്ലാഹ് റൂഹു ചൊല്ലിങ് എന്തിനേട്ട് ചൊല്ലോരു നബിയേ. ആരാണ് ദുൽഖർനൈനിന്റെ ചൊന്നു കൊടുക്കോരു നബിയേ. അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് വിശദീകരിക്കോരു നബിയേ. അല്ലാഹുടെ റസൂൽ ജിബ്രീൽ പിടിച്ചു കേക്കിട് യാ ജിബ്രീൽ എന്റെ ജിബ്രീലേ നിങ്ങൾ എന്റെ കൈ പൊട്ടിയത് എന്റെ ജിബ്രീലേ നാണിങ്ങനെ ബേജാറാമ്പത്തുക നന്റെ മുട്ട വരാത്തത്. അല്ലാഹുടെ റസൂൽ ഓരോ നാളും ആകാശം നോക്കി നിൽക്കിട് ജിബ്രീൽ പണ്ട് നന്റെ കൈ പൊടില്ല. മക്കത്തെ മുശ്രിക്കീങ്ങളെ മുന്നുള്ള നന്റെ സോക്കണുക പൊടാല. പോണഞ്ചി നാളിലുണ്ട് ജിബ്രീൽ വരാത്ത കാരണം അല്ലാഹുടെ റസൂൽ ഇട്ടുക ജിബ്രീൽ ചൊല്ലുടു വലാ തഖൂലന്ന ലിശൈഇ ഇന്നി ഫായിലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. നബിയേ ഏതൊരു വിഷയ ചൊല്ലുമ്പോഴത്തേക്ക് പോലും എന്തൊരു ചൊല്ലുടെങ്കിൽ പോലും 4 നാണാക്കിട 4 നാണ് തണ്ട 4 നാണ് കൊടുക്കുട 4 കിട്ടര 4 തുടങ്ങിട. ഏതൊരു വിഷയ ചൊല്ലുമ്പോഴത്തേക്ക് പോലും 4 പിന്നെ മാട് ചൊല്ലുമ്പോഴത്തേക്കു ഇൻഷാ അല്ലാഹ് അതുകൂടി ചൊല്ലാണ്ടൊരു പലകവും വേണ്ട നബിയേ. അല്ലാഹുടെ റസൂൽ 4 ചൊല്ലുടാണ്ട് മുശ്രിക്കീങ്ങളിട്ടിക ചൊല്ലുമ്പോഴത്തേക്കു ഇൻഷാ അല്ലാഹ് ചൊല്ലതിരെ അല്ലാഹുടെ റസൂൽ കൂട്ടാത്തത് കൊണ്ട് അല്ലാഹുടെ പരീക്ഷണമാണ് നബിയേ.
സുബ്ഹാനല്ലാഹ് ആറുകാണ് തന്റെ ഈമാനുള്ളങ്ങനെ അല്ലാഹു പരീക്ഷണത്തെ കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂല് ഇൻഷാ അല്ലാഹ് മറന്നു പോയ അങ്ങനെ പോലെ ആയതുകൊണ്ട്, അഥവാ ഇൻഷാ അല്ലാഹ് ബല അല്ലാഹുവിന്റെ റസൂലുക്ക് ഗൊന്തില്ലാത്തതുകൊണ്ട്, അഥവാ ഇൻഷാ അല്ലാഹ് ചൊല്ലുടുകുമീത് അല്ലാഹുവിന്റെ റസൂല മനസ്സിൽ വേറെന്തെങ്കിലും ബിയാറ ബന്ന് മറന്നതുകൊണ്ട് ഞങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തെ റക്അത്ത് പോലും തപ്പിപ്പോണ്ട രൂപത്തിലുള്ള ഓർമ്മയല്ലേ, നിസ്കാരത്തിൽ പോലും വേണ്ടാത്ത ബിയാറ ബണ്ട തരത്തിലുള്ള മനസ്സല്ലേ എന്നങ്ങനത് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനത്തെ പരീക്ഷണ അല്ലാഹു കൊടുക്കണുകൊല്ല. കാരണ ഈ സമുദായത്തിന് അത് പഠിപ്പാട്ടുകു വേണ്ടിയാണ്. ഏത് പരീക്ഷണത്തെ മുന്നലും ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കണുകോ ഒരു മുഅ്മിനായ മനുഷ്യനുക്ക് തീരണു. എങ്ങനത്തെ ബലാഅത്തിനെയും തടയണുക ഒരു ഈമാനുള്ള മനുഷ്യനുക്ക് തീരണു. അതേ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ മഹാന്മാർ ഒരു കാരണത്തില് ഒരാവശ്യത്തിന് വേണ്ടിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അല്ലാഹുവിനോട് ദുആ കൊമ്പുതുകോ ആമീൻ ചൊല്ലുടെ ഹാറൂൻ നബിയാ ഒരു നബി ദുആറക്കുമ്പോ സഹോദരനായ പിന്നൊരു നബി ആമീൻ ചൊല്ലുടൂ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു സ്വഹാബ. അല്ലാഹ് മൂസാ നബിയുടെ ദുആക്ക് ഉത്തര കൊടുത്തര എപ്പ ഗൊന്തുണ്ട സ്വഹാബ. അല്ലാഹുവിന്റെ നബിയായ മൂസാ നബി അല്ലാഹുവിനൊട്ടിക കൈവത്താക്കി ദുആറക്കുമ്പോ ഹാറൂൻ നബി മൂസാ നബിയുടെ ദുആക്ക് ആമീൻ ചൊല്ലുമ്പോ അല്ലാഹ് മൂസാ നബിയുടെ ദുആക്ക് ഉത്തര കൊടുത്തത് 40 വർഷം കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങള്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഒരു നബിയുടെ ദുആക്ക് അല്ലാഹു ഉത്തര കൊടുക്കുമ്പോൾ 40 വർഷം പിന്തിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിനൊട്ടിക കേൾക്കുമ്പോ എന്തെങ്കിലും ഒന്ന് അല്ലാഹുവിനൊട്ടിക തേടുമ്പോ മഹാന്മാരുടെ സന്നിധിക്ക് വന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിക്ക് വേണ്ടി കൈ നീട്ടുമ്പോ നിരാശയാവണ്ട മുസ്ലിമേ. പരീക്ഷണത്തെ മുന്നിലും തളർന്നു പോണു തീരാ. അല്ലാഹുവിന്റെ നബി മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് 40 വർഷം കഴിഞ്ഞിട്ട് അല്ലാഹു ഉത്തര കൊടുത്തേ. ആമീൻ ചൊല്ലേ. അങ്ങനെയൊക്കെ എനിക്ക് ഏതെങ്കിലും ഗീബത്ത് ചൊല്ലേ, നമീമത്ത് ചൊല്ലേ, ആട്ടുപോട്ടാണ്. മൂസാ നബിയുടെ യലവണു ഹാറൂൺ നബി ആമീൻ ചൊല്ലേ. ആ ദുആക്ക് അല്ലാഹു ഉത്തര കൊടുക്കൽ 40 വർഷം കഴിഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞങ്ങളുടെ ദുആ ഞങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടല്ലേ, ഞങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ സൂത്തയോടെ കൊണ്ടുണ്ട ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ ഈമാൻ നഷ്ടപ്പെട്ടു പോണുകൊല്ല കാരണം എന്തിനെ കൊണ്ടുണ്ട ഞങ്ങൾക്ക് അദബ് കുറഞ്ഞു പോയി. അദബു ചൊന്നെങ്കിന്റെ കൊണ്ടുണ്ട അല്ലാഹു ആദരിച്ച എല്ലാത്തെയും അങ്ങേയറ്റത്തെ ആദരവ് കൊണ്ട് ബഹുമാനം കൊണ്ട് കാണണോ ചൊല്ലെ. ആ ബഹുമാനം ഞങ്ങൾക്കുണ്ട്. അത് എല്ലാ വിഷയത്തെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ദർസ് നടത്തിയ കനിക്കത്തെ ജാഗ രണ്ടാമത്തെ ഇമാം ഷാഫിഈന്റെ അറിയപ്പെട്ട മഹാൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തുമ്പോൾ ദെച്ച ജാഗയുണ്ടല്ലേ, ആ ജാഗ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പോയിട്ട് കെപ്പടെ ഇങ്ങനെ പുഞ്ഞിട്ട് ബുൽപുട്രോല ഇമാം നവവി തങ്ങളെ കാലത്തെറ്റിയ ജാഗയുടെ ബർക്കത്തിനൊക്കെ കിട്ടട്ടെ. അല്ലാഹു സ്നേഹിച്ച ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ കാല് വെച്ച് ദെച്ച ജാഗയുടെ പോലും വെച്ചിട്ട് പിന്നൊരു വലിയായ മഹാനായ ഇമാമായ അള്ളാഹുടെ പേടിച്ച തഖ്വയുള്ള ഒരു മനുഷ്യൻ, ഒരു ആലിമോ അങ്ങനെ ബഹുമാനത്തെ എടുത്തിട്ടുണ്ട് കണ്ടെങ്കിൽ ഞാനും നിങ്ങൾ എങ്ങനെ മഹാന്മാരെ സ്നേഹിക്കണം ആദരിക്കണം ആലോചനയാക്കി നോക്കുക. സ്വാലിഹീങ്ങളാണ്. ആ ആദരവ് ആ ബഹുമാനം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ് അല്ലേ. അബ്ദുൽ വാസി ബാഖവി ഉസ്താദ് ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു കിടാവ് അല്ലേ, വേറെ വേറെ രാജ്യത്തിന് വേറെ വേറെ ഭാഷരംഗ വേറെ വേറെ ജാതിരംഗ ആരാധിക്കടെ ഇലാഹ് അഥവാ വിഗ്രഹത്തിന് അങ്ങനെ ദൈവത്തിന് വേറെ 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 പേരുണ്ട്. തമിഴ്നാട്ടില് ആരാധിക്കുന്ന ദൈവത്തുള്ള പേര് വേറെ, കർണാടകത്തിലുള്ള പേര് വേറെ, മലയാളികളുടെ പേര് വേറെ, അപ്പൊ ആന്ധ്രാപ്രദേശത്ത് പോയി അങ്ങനെ ഒരു പേര് വേറെ, ഇനി ഗൾഫ് കൺട്രിക്ക് പോയി അങ്ങ് ചൊല്ലത് വേറെ, അമേരിക്കത്തേക്ക് പോയി അങ്ങ് ചൊല്ലത് വേറെ. എങ്കിൽ ആദം നബി അലൈഹിസ്സലാമിടെ പിടിച്ചിട്ട് ലോകം അവസാനിക്കുന്നത് വരേക്കുമുള്ള മുസ്ലിമീങ്ങൾ ചൊല്ലിയ ഒരേ ഒരു പേര് അല്ലാഹ്. ഈ അല്ലാഹു ചൊല്ലിയ പേര് ഒരു കിടാവുടെ പെത്തപ്പ കിടാവുടെ കാത് ഒന്നാമത് കേൾക്കണം ആ പേരായിട്ട് അതല്ലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കിടാവുടെ കാതുക ബാങ്ക് കൊടുക്കണേ.
പെറ്റപ്പോ ഒരു കിടാവിടെ കാത് ഒന്നാമത് കേൾക്കുന്ന ശബ്ദം അള്ളാഹു ചൊല്ലതായിട്ടിക്കോണം. ഈ ഇത്ര വലിയ ഒരു സന്ദേശം ഒരു കിടാവ് ദുനിയാവുക വന്നപ്പോ ഒന്നാമത് ആ കിടാവിടെ കാത് അള്ളാഹു ചൊല്ലുടെ ശബ്ദം കേപ്പാട്ടണോ ചൊല്ലുമ്പോ എത്തരമോ കാലത്ത് രണ്ട് പാരമ്പര്യമായിട്ട് വന്നക്കനിക്കത്തെ ഈ ഒരു നടപടി ഇതിലെ ഈ അടുത്ത കാലത്തിൽ ഒരു കിടാവിടെ കാത് ഒന്നാമത് അള്ളാഹു ചൊല്ലുടെ പേര് കേപ്പാട്ടെടുത്ത് അനാചാരായിട്ടിക്കട് അത് പാടില്ലാത്തത് ചൊന്ന ആളുമാർ ആറ് ഗൊത്തും വഹാബികളാണ് ചൊന്നെ അള്ളാഹുടെ പേരൊരു കിടാവിടെ കാതുക ബാങ്ക് കൊടുക്കുന്നത് അനാചാര. അത് ഇസ്ലാം ഒരു സുന്നത്തില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തടിസ്ഥാനത്തെ പേരിലാണെങ്കിലും പാരമ്പര്യമായിട്ട് വന്നേ അള്ളാഹുടെ റസൂല് പഠിപ്പാടിയ ദീന് മനസ്സിലാക്കിയ സ്വാലിഹീങ്ങൾ ഔലിയാക്കന്മാർ ഇമാമീങ്ങൾ ഞങ്ങൾക്ക് കാട്ടി തന്നെ കനിക്കത്തെ തരും. ആ ഒരു മാതൃകത്തിൽ നിന്ന് ആളുമാരെ തെരുതപ്പാട്ടണുകേരി ഒരു വിഭാഗം ഇങ്ങനെ ചൊല്ലണമെങ്കിൽ ആ ചൊല്ലണുകൊല്ല കാരണം അങ്ങ് അള്ളാഹുടെ ആദരിക്കടെ ആദരവ് അഥവാ അള്ളാഹ് ആദരിച്ചതിരെ ആദരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഭാഗത്തിൽ വന്ന യാരകൊരുടിയാണ് ലോകത്തെ നേതാവായ അള്ളാഹുടെ റസൂല്. അള്ളാഹുടെ റസൂല് എത്ര ബഹുമാനമുണ്ട് ഈമാനുള്ളങ്ങള്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ഗനീമത്ത് സുത്തരെ അല്ലാഹുവിന്റെ റസൂൽ ഓദിയാക്കി കൊടുക്കുമ്പോൾ തുകൂ സ്വഹാബത്തെ അല്ലാഹുവിന്റെ റസൂൽ ഓദിയാക്കി കൊടുക്കുമ്പോൾ തുകൂ ദുൽ ഹുവൈസിറത്തു തമീമി ചൊല്ലെ ഒരു മനുഷ്യൻ വന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇട്ടുക ചൊല്ലൂടെ, ഓ മുഹമ്മദേ അന്യായാക്കണ്ട മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള സ്വഹാബിയെ വിശ്വസിച്ച കനിക്കത്തെ ഒരാള് സ്വഹാബത്തിന്റെ നടുറുള്ള ഒരു മനുഷ്യന് ചൊല്ലൂടെ, നീതി പാലിക്കണു നബിയേ, നിങ്ങ അന്യായാക്കിക്കൊണ്ടുള്ള നബിയേ, നിങ്ങ ന്യായമായ തെരുടിതരെ ഓതിയാക്കണോ ചൊല്ലുമ്പോ തുകൂ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലു എന്തൊരു നാശമാണ്. അല്ലാഹുവിന്റെ റസൂല് നീതി പാലിച്ചില്ലെങ്കിൽ, അല്ലാഹ് നീതി പാലിച്ചില്ലെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലും അല്ലാഹും ന്യായത്തെ തെരുളല്ലെങ്കിൽ പിന്നെ നീതി പാലിക്കൊടുക ആരുണ്ട് മനുഷ്യ? അല്ലാഹുവിന്റെ റസൂലൊട്ടിಗೆ അപമര്യാദയിൽ പെരുമാറുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂല് അന്യായാക്കടെ ആളുണ്ട് ഒരാള് ചൊല്ലുമ്പോത്തുകൂ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പാരിട്ട് എഞ്ചി നിന്റെ ചൊല്ലോടു, യാ റസൂലല്ലാഹ് ഈ മുനാഫിഖിനാണ് കൊല്ലുടെ നബിയേ, തന്റെ റസൂല് അന്യായാക്കടുണ്ട് ചൊല്ലുടെ ആളിനെ ദുനിയാവില് ജീവിക്കണ്ട. തന്റെ റസൂലിന്റെ ಬಗ್ಗೆ വേണ്ടാത്ത ഒരു വിശ്വാസമുള്ള ഒരാള്, തന്റെ റസൂലിന്റെ ಬಗ್ಗೆ വേണ്ടാത്ത വിശ്വാസമുള്ള ഒരു കപട വിശ്വാസി ഒരു മുസ്ലിമോ ചൊന്നു നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലേ നബിയേ, അവനിന് ജീവിക്കണ്ട നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടു, വേണ്ട ഉമർ, അയാളുടെ മീത്ത് നിങ്ങൾ കൊന്നാറേണ്ട് കണ്ടെങ്കിൽ കപട വിശ്വാസിയായ ഈ മനുഷ്യരെ അല്ലാഹുവിന്റെ റസൂല് അന്യായാക്കിടേണ്ട് വിശ്വസിച്ച കനിക്കത്തെ ഇയാളെ നിങ്ങൾ മീത്ത് കൊന്നെങ്കിൽ പിൻകാലത്തിൽ ആളുമാറ് ചൊന്നു നടക്കുവാറ് മുഹമ്മദ് നബി അയാളെ കൂടെ ഇന്നങ്ങളമേ കൊല്ലുപാട്ടിര്, മുഹമ്മദ് നബി അയാളെ കൂടെ ഇന്നങ്ങളമേ സ്വഹാബത്തിലൊട്ടിಗೆ കൊല്ലുപാട്ടിരണ്ട് ചൊന്നു നടക്കുവാറ്. അതുകൊണ്ട് അയാളെ കൊല്ലണ്ട ഉമർ. പക്ഷേ സ്വഹാബ നിങ്ങൾ ഒരു കാര്യത്തെ നെനപ്പുപയോഗിക്കണു, ഈ മനുഷ്യരുടെ പാരമ്പര്യത്തില് ഈമാൻ ശരിയാവാത്ത ഈ മനുഷ്യരെ പാരമ്പര്യത്തില് അല്ലാഹുവിന്റെ റസൂലിട്ടുകൊല്ല വിശ്വാസം ശരിയാവാത്ത ഈ മനുഷ്യരെ പാരമ്പര്യത്തില് അല്ലാഹുവിന്റെ റസൂലിട്ടുകൊല്ല ബഹുമാനക്കത്തെ കാത്തു സൂക്ഷിക്കൊണുകാവാത്ത ഈ മുനാഫിക്കായ മനുഷ്യന്റെ പാരമ്പര്യത്തിലൊരു വിഭാഗം ഭരണകൊണ്ടു അങ്ങ് ധാരാളം ഖുർആൻ ഓതുറാറ്, അങ്ങ് ഹദീസ് ചൊല്ലുടാറ്, എല്ലാ കാര്യം അങ്ങനെ ഒട്ടിക നിങ്ങൾക്ക് കാണൂ. പക്ഷേ തൊണ്ടരെ ഗുലിരെ കാണക്കീലക് അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങില്ല. അങ്ങനെ നാവുല് മാത്രം ഖുർആനുണ്ട് സ്വഹാബ. അങ്ങ് ഓരോ നാളും അല്ലാഹുവിന്റെ ദീനിടെ തെരിച്ചോണ്ട് പോണ്ടാറ്. ഓരോ നാളും ഇണ്ടത്തെ കാണയാറ നാളെ നാളത്തെ
നരകത്തെ കാണയാറ നാളക്കലി ഇങ്ങനെ ഖിയാമത്ത് നാൾ വരേക്കും ഈമാൻ നഷ്ടപ്പെട്ടു പോയത് വരേക്കും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ദൂര അവിടാറ് സ്വഹാബ അങ്ങനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം സ്വഹാബ ആഖിറു സമാനിൽ ഈമാൻ നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു വിഭാഗം ആളുമാർ ഏത് സമയത്തിലും ഞങ്ങളെ പിറകെ നടക്കുമ്പോ തൂകൂ ഈമാൻ നഷ്ടപ്പെടുത്തിരണ്ട മുസ്ലിം അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾ ആദരിക്കണോ അല്ലാഹ് ആദരിച്ചങ്ങൾ ആദരിക്കണോ അല്ലാഹുവിന്റെ റസൂലുകളുടെ വിശ്വാസം ശരിയാവണോ അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ ഭാഗത്തിൽ തപ്പു പറയാല അല്ലാഹുവിന്റെ നബിമാരുടെ ഭാഗത്തിൽ തപ്പു പറയാല ഔലിയാക്കന്മാരുടെ ഭാഗത്തിൽ എത്ര വില സൂക്ഷ്മതയുള്ള മഹാനാണെങ്കിൽ പോലും അകലെ ഭാഗത്തിൽ തപ്പു പറഞ്ഞു തീരാണ്ടെന്തുമില്ല പക്ഷെ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ അങ്ങനല്ല അകലെ ഭാഗത്തിൽ തപ്പു പണ്ഡിതിൽ നിന്ന് അല്ലാഹു കാത്തു സൂക്ഷിച്ചിറ മഅസൂമിങ്ങളാണങ്ങ ഇസ്മത്ത് അഹ്ലുകാരാണങ്ങ അല്ലാഹുവിന്റെ നബിമാർ മീത് തപ്പാക്കിടാറുണ്ട് ഒരാൾ വിചാരിച്ചെങ്കിൽ അവന്റെ ഈമാൻ ശരിയല്ല അല്ലാഹുവിന്റെ റസൂൽ തങ്ങളെ പോലത്തെ സാധാരണ മനുഷ്യന്റെ ഒരാൾ വിചാരിച്ചെങ്കിൽ അവന്റെ ഈമാൻ ശരിയല്ല അങ്ങനത്തെ ആളെ പിൻപറ്റണോ ശരിയായ മുസ്ലിം അല്ല അങ്ങനത്തെ തുടർന്ന് നിസ്കരിക്കണോ ശരിയായ സുന്നത്ത് ജമാഅത്ത് അഹ്ലുകാരനല്ല ഈമാനുള്ളങ്ങള് അല്ലാഹുവിന്റെ റസൂൽ അന്യായാക്കടെ ആളുണ്ട് വിശ്വസിച്ച മനുഷ്യന്റെ പാരമ്പര്യമാണ് ഖിയാമത്ത് നാൾ വരേക്കും എല്ലാ ഖൈറായ കാര്യത്തെ മനുഷ്യന്മാർക്ക് ഓരോന്ന് തടയിടേ എത്ര ഖൈറായ കാര്യങ്ങള് അല്ലേ ഒരു മരണപ്പെട്ടു പോയ ഒരു മനുഷ്യല്ല മയ്യത്തുല്ലൗതുലു ഒരു മയ്യത്തുല്ലൗതുലു സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടു ഇദാ ഹദറതുൽ മരീദ് അബിൽ മയ്യിതാ ഫഖൂലു ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ സ്വഹാബാ നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കുക പോയെങ്കിൽ അത് എത്ര ചെറിയ രോഗിയാവട്ടെ ചെറിയ ഒരു പണി വന്നിരേ അഥവാ ഒരു കണ്ണു നൊമ്പലാ ചൊന്ന ഉത്തവുലുകൊണ്ടു അഥവാ വേറെന്തെങ്കിലും നിസ്സാരമായ ഒരു ഉഷാറില്ലാത്തതേ ആവട്ടെ അഥവാ എത്ര വലിയ മാരകമായ രോഗത്തിൽ കിടത്തത്തിൽ അയാളാവട്ടെ ആളെ സന്ദർശിക്കൽ സുന്നത്താൻ അങ്ങനെ രോഗിയായ ഒരാളെ കാണുക പോയെങ്കിൽ എന്താക്കണം പോയിട്ട് വിഷയക്കരമാ അതല്ലെങ്കിൽ ഒരാൾ മറിച്ചിട്ട് മയ്യത്തായി കിടന്ന അവർ ഔത്തുക പോയെങ്കിൽ എന്താക്കും ഇണ്ട് സുബ്ഹാനല്ലാഹ് ചൊമ്മ ജാഗിയൽ കാണ്ട് മയ്യത്തുല്ലൗത്തുൽ ബേരെന്തല്ല രാജകീയത്തെ വിഷയ ചർച്ച അവിടെ വോട്ടർ ടൈം ഉണ്ട് കണ്ടെങ്കിൽ മയ്യത്ത് നോക്ക പോയോടെ മയ്യത്തോടെ കിടന്നിട്ട് ഒരു സൈഡിലെ മുത്താലിമിങ്ങ ഓതിക്കൊണ്ടിരിക്കാറ് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് യാസീൻ ഓതി ദുവർന്നോണ്ടിരിക്കാറ് പുറത്തിൽ ഗംഭീര ചർച്ച എന്താവൂല എങ്ങനെ ബറു അവിടെ എന്തിരാവും ആ ക്ഷേത്രത്തിൽ എന്താവും ഈ ക്ഷേത്രത്തിൽ ഇന്നലെ ചർച്ച ഇതിനിടെ കുറുമൂത്ത് ഒരാൾ മരിച്ചവിടെ പോയപ്പ ഒരാൾ മരിച്ചവിടെ പോയ ആ മരിച്ചയാളുടെ ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറത്ത് നീണ്ടിട്ട് തമാശ ചൊന്ന് ചിരിച്ചോണ്ടുണ്ട് ഉള്ളുക യാസീനോ ഇത് തുറന്നോട്ടിക്കോ അടുത്ത കുടുംബത്തെ ഒരാൾ ആ റായം പേര് ചൊല്ലൂല്ലേ ഒരു പക്ഷെ വാഴ കേൾക്കണമെങ്കിൽ ആള് ചിലപ്പോ ബിഹാര പറു എന്റെ മിമിത്ത് ചൊന്നരമാണ് അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നല്ല ഓരോരുത്തരുടെ ഭാഗത്തോടും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് ഞങ്ങൾ ബിഹാര പറു ഇത് എന്റെ മിമിത്ത് ചൊല്ലമാൻ എന്ത് വേണമെങ്കിൽ ആ പ്രവർത്തനം അങ്ങ് തിദ്ദുണക്ക് വേണ്ടി ചൊല്ലു ചിരിക്കൊണക്ക് സാധ്യവിടെ മുന്നിൽ പല കാലത്ത് നിങ്ങൾ നോക്കോറുള്ള ഒരു റായത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയെങ്കിൽ അവസ്ഥ എങ്ങനെയാണ് ഞങ്ങളെ റായത്തിൽ ഒരാൾ മരിച്ചില്ല ചൊല്ലുക ഇടീ റായത്തിലെ അതൊരു വലിയ ഒരു വിഷയ മരിപ്പൂശുള്ളത് ഒരു നിസ്സാരമായി പോയി ഒരു മനുഷ്യൻ നല്ലവണക്ക് ഏറ്റവും വലിയ ഉപദേശ വാഴതന്ത്ര കൊണ്ടുണ്ട മരണത്തെ ಬಗ್ಗೆ ചിന്തിക്കൽ ഒരാള് നല്ലവണക്ക് ഏറ്റവും വലിയ തേർവ് അവന് മരിക്കടത്തെ ಬಗ್ಗೆ ചിന്തിക്കണം അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന സ്വഹാബ നിങ്ങൾ ഖബർ സന്ദർശിക്കോറു അത് നിങ്ങൾക്ക് ആഖിറത്തെ ഓർമ്മയാക്കുവാട്ട് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മയാക്കുവാട്ട് നിങ്ങൾ എതിരിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് നോക്കോറു നിങ്ങളെ കാണാൻ മുന്നൊരു പള്ളി ഭരിച്ച ആളുമാറ് നിങ്ങളെ കാണാൻ മുന്നൊരു വഅദ് ചൊന്ന ആളുമാറ് നിങ്ങളെ കാണാൻ മുന്നൊരു ഈ ഉറൂസുക്ക് സഹായിച്ച ആളുമാറ് എന്റെ നിശ്ചലമായി കിടന്നിട്ടുള്ളാറ് അവിടെ പോയി നിന്റെ ആലോചന ആക്കുമ്പോഴത്തേക്ക് അല്ലാഹ് നാണും ഇതേ കണിക്ക് വന്ന് കിടക്കണായവണല്ലേ മരണത്തെ ഓർമ്മയാക്കുപാട്ട് അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കോറുട്ട് അല്ലാഹുവിന്റെ റസൂല് ചൊന്നു പക്ഷെ ഞങ്ങൾ ഖബർ സന്ദർശിക്കരുത് ആ ഖബറിന്റെ മുട്ട പോകുമ്പോ സ്വഹാബത്ത് പേടിച്ചോ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചില്ലാരുടെ സ്വഹാബിയല്ല. അള്ളാന്റെ റസൂല് ചൊല്ലു എല്ലാ നബിമാർക്കും സ്വർഗത്തിൽ ഓരോ ചങ്ങായി മാറിക്കിടാറ്. അള്ളാന്റെ സ്വർഗത്തിൽ ഓരോ ചങ്ങായി മാറിക്കിടാറ്. നന്റെ ചങ്ങായി സ്വർഗത്തിൽ നന്റെ മർമോനു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചില്ലാരുടെ സ്വഹാബിയല്ല. വഫാത്താവിടെ മുന്നൽ രണ്ട് പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായതാണ്. ഒരു ദുൽഹിജ്ജ 18 സുന്നത്ത് നോമ്പെടുത്തിട്ട് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പത്തുകൂ അവിടെ വിശ്വാസികളായ ചില ആളുമാർ വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ ബയത്തക്ക് ചാക്കിടുണുക പറഞ്ഞ കൊല്ലൊക്കെ പറഞ്ഞ ആൾമാരിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഉസ്മാനുക മരണത്തെ പേടിയില്ലേ? ഉസ്മാനുക മരണത്തെ പേടിയില്ലേ? ഇന്നലെ ജാബുകും ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കിനാബു കണ്ടര ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നണ്ടിട്ടിക ചൊന്നൂറു ഉസ്മാന തുഫ്തിറു ഇൻദനൽ യൗം നാളെ നിങ്ങൾ നോമ്പ് തുറക്കല് നന്റെ കൂടെയാണ്. വഫാത്താവിടെ മുന്നത്തെ ജാബുക പോലും അല്ലാഹുവിന്റെ റസൂലെ കിനാബുൽ കണ്ട മഹാൻ വലിയ ഒരു ചതിലും വഞ്ചനയിൽ പെട്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ ക്രൂരമായിട്ട് വഞ്ചനയാക്കിയിട്ട് കൊന്നതാണ്. അധികാരത്തെ ദാഹത്തില്, അധികാരത്തെ ആശല് ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ അധികാരത്തിൽ നിന്ന് രാജിവെക്കണോ ചൊന്നിട്ടു അവസാനം അത് കൊല ചെയ്യിടത് വരേക്കും എത്തിപ്പോയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പത്തുകാണ് വന്ന് ബയത്തുക ചാക്കിടരുത്. സുബ്ഹാനല്ലാഹ് മുസ്ഹാഫ് പോലും ചോര ധരിച്ചു പോണ്ടു. അല്ലതാണെങ്കിലും ചോര നജസല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പലപ്പോഴും ഒരേ ഒരു റക്അത്തിൽ ഖതം തീർത്ത മഹാനാണ്. പരിശുദ്ധ റമദാൻ 29 നാൾ നോമ്പ് പിടിച്ചനങ്ങ പലർക്കും ഖുർആന്റെ ഒരേ ഒരു ഖതം തീർക്കൊണ്ടായിട്ടില്ല ഉമ്മ. പരിശുദ്ധ റമദാനില് ഒരു ഖതം ഓതി തീർക്കണു ചൊന്നിട്ടു റമദാന്റെ 1ാമത്തെ നാളിൽ തുടങ്ങിയ പല ആളുമാർക്കും റമദാനിലെ ഖതം തീർന്നില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പിരസറ്റ സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പാതിര ജാബുള്ള തഹജ്ജുദ് നിസ്കാരത്തെ ഒരേ ഒരു റക്അത്തില് ജീവിതത്തിൽ പലപ്പോഴും ഖതം തീർത്ത് നിസ്കരിച്ച മഹാനാണ്. അവസാനം ഖുർആൻ ഓതുമ്പോൾ കൊല്ലപ്പെട്ട് ഷഹീദാവുടു ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറടക്കപ്പെട്ട ജാഗക്ക് പോയിട്ട് മയ്യത്ത് മറമാടി അവസ്ഥ കാണുമ്പോ അഥവാ മറവ് ചെയ്യപ്പെട്ട മയ്യത്തിന് മേൽ വെച്ച കല്ലും അടയാളം ഇങ്ങനെ കാണുമ്പോ അതിനെ വല്ലാണ്ട് പിരിച്ചിട്ട് ഹബർ തപ്പി പോണ്ടു. സുബ്ഹാനല്ലാഹ് മുസ്ലിമ അല്ലാഹുവിന്റെ പേടിയുള്ള സ്വാലിഹായ മനുഷ്യന് നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോലും വിചാരണയില്ലാണ്ട് കടക്കടെ മഹാനുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലും അവർ തപ്പിയ കണികത്തെ ഖബർസ്ഥാനത്തിൽ ഇന്റെ നാണും നിങ്ങൾ ക്ലീൻ ആക്കുന്നതിന്റെ പേരില് അഥവാ സ്വയം സേവകരായിട്ട് എന്തെങ്കിലും ഖബറിന്റെ ഭാഗത്തിൽ ഒരു പണിയെടുത്തതിന്റെ പേരില് ആ ജാഗയിൽ നിന്റെ ഫോട്ടോ എടുക്കണോ ധൈര്യമുണ്ടല്ലേ? എന്ത് ഈമാനാണ് മുസ്ലിം. ഏത് സംഘടനയുടെ ആളുമാരാണെങ്കിൽ പോലും ഏത് സ്വയം സേവകരാണെങ്കിൽ പോലും ഖബർസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഈമാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ് അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് നിങ്ങൾ ഒരു മരണപ്പെട്ടു പോയ ഔത്തുകോ ഒരു മയ്യത്തിനെ കിടപ്പാട്ടിലുള്ള ഔത്തുക മീത്ത് കടന്നു പോയാറുണ്ട് കണ്ണെങ്കിൽ അവിടെ ഖൈറല്ലാത്തെ ഒരു പലക്കം നാവുല് ബറകു തീരാ ഖൈറല്ലാത്തെ ഒരു പലക്ക പോലും മർച്ചൗത്തുലു ബറകു തീരാ. അവിടെ ചിരി പാടില്ല, അവിടെ തമാശ തീരാ, അവിടെ മക്കളെ വിഷയാക്കണു തീരാ, അവിടെ ചോറുകാരുടെ വിഷയ ബറകു തീരാ, അവിടെ രാജകീയത്തെ വിഷയ ബറകു തീരാ, അവിടെ ഉറൂസിന്റെ വിഷയ ബറകു തീരാ, അവിടെ ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ബറകു തീരാ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ സ്വഹാബ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂന നിങ്ങൾ എന്തിനു ചൊല്ലുടാറാ അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ ചൊല്ലുടൂ. ഒരു രോഗിയായ മനുഷ്യനുള്ള കനിക്ക് തൗത്തുക നിങ്ങൾ സന്ദർശിക്കുക പോയെങ്കിൽ അഥവാ ഒരു മയ്യത്തിനെ സന്ദർശിക്കണു നിങ്ങൾ പോയെങ്കിൽ അവിടെ നിങ്ങൾ എന്തിനു ചൊന്നെങ്കിലും ആമീൻ ചൊല്ലുക മലക്കുകളുണ്ടോ?
ആമീന് ചൊല്ലണ അല്ലാഹുവിന്റെ മലക്കുകളുണ്ടോ? അത് ചൊല്ലുമ്പോ എന്റെ ഈമാനുള്ളങ്ങള് ഹൈറായത് മാത്രമുണ്ടോ ചൊല്ലുമ്പോ? ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ഹൈറായ പലക എന്തിനെ കൊണ്ടുണ്ട്? ഇന്ന ഖൈറൽ കലാം കലാമുല്ലാഹ്. ഈ ദുനിയാവുടെ പലക്കത്തിൽ ഏറ്റവും ഹൈറായത് അല്ലാഹുടെ പലകമാ, അല്ലാഹുടെ കലാമാ, പരിശുദ്ധ ഖുർആനാ. ആ പരിശുദ്ധ ഖുർആൻ മരണപ്പെട്ടു പോയ ഔത്തുൽ ഓതുമ്പത്തുക പോലും ആ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കാണയാറാ. അവിടെ ഹൈറൊരു ന്യൂസ് പേപ്പർ ഓതലാണ്. ഇതാരു ചൊല്ല മുസ്ലിം അവിടെ ഹൈറ് മാത്ര ചൊല്ലുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പത്തുകു ഈ ദുനിയാവിൽ ഏറ്റവും ഹൈറ് അല്ലാഹുവിന്റെ കലാം ഖുർആൻ ചൊല്ലുമ്പത്തുകു ഹൈറായ പലക ചൊല്ലണു ചൊന്നജാഗിൽ അല്ലാഹുവിന്റെ കലാം ഹൈറായ കലാം ഓതുമ്പത്തുകു അതിനെ കാണ ഹൈറ് പേപ്പർ ഓതുകു ചൊല്ലുകൊല്ല. കാരണം മുസ്ലിം അല്ലാഹ് ആദരിച്ച സ്വാലിഹീങ്ങളെ അനാദരിച്ച കാരണത്തിൽ അല്ലാഹ് കൊടുത്ത പരീക്ഷണമാണ്. അതല്ല ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണയാറ ഖുർആൻ ഓതിയ ആളുമാരില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണയാറ നിസ്കരിച്ച ആളുമാരില്ലേ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാണയാറ നോമ്പ് പിടിച്ച ആളുമാരില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ കാണ 2 വർഷം ചെറിയ വയസ്സാ. അല്ലാഹുവിന്റെ റസൂലുകു 40 വയസ്സാകുമ്പോ അല്ലാഹുവിന്റെ റസൂലെ അല്ലാഹ് പ്രവാചകനായി തിരഞ്ഞെടുക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് 38 വർഷമാണ്. കലികളെ ഷഹാദത്ത് കലിമ ചൊല്ലുടൂ. ഇസ്ലാമുക കടന്നു വന്ന പല സ്വഹാബത്തും ജീവിതത്തിൽ കള്ളു കുടിച്ച ആളുമാറാണ്. ഇസ്ലാമുക കടന്നു വന്ന പല സ്വഹാബത്തും ജീവിതത്തിൽ പെണ്ണ് പിടിച്ച ആളുമാറാണ്. ഇസ്ലാമുക കടന്നു വന്ന പല സ്വഹാബത്തും അങ്ങ് ഷഹാദത്ത് കലിമ ചൊന്നു മുസ്ലിം അവിടേക്ക് മുന്നോലു. ജീവിതത്തിൽ പലപ്പോഴും പല വിഗ്രഹത്തെ മുന്നോലു സുജൂദ് ചെയ്യുന്ന ആളുമാറാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ ജീവിതത്തിലെ ഒരു ഹറാം പോലും മുസ്ലിം അവിടേക്ക് മുന്നിൽ പോലും വന്നില്ല. മുസ്ലിം അല്ലാഹുവിന്റെ റസൂൽ നബിയായപ്പ, അല്ലാഹുവിന്റെ റസൂലെ അല്ലാഹ് പ്രവാചകനായി തെരഞ്ഞെടുത്തപ്പ, അല്ലാഹുവിന്റെ റസൂലെ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോ ഒന്നാമത്തെ സ്വഹാബിയായിട്ട് മുസ്ലിം അവിടേക്ക് മുന്നോലത്തെ ജീവനത്തിൽ പോലും അതേ ഇസ്ലാം അവിടേക്ക് മുന്നിലുള്ള 38 വർഷത്തിൽ പോലും ഒരു ഹറാം പോലും വന്നില്ല. കാരണം എന്തിനെ കൊണ്ടുണ്ട ഉമ്മ ചങ്ങായി അല്ലാഹുവിന്റെ റസൂലാണ് അബൂബക്കർ സിദ്ദീഖ് ചങ്ങളുടെ ബാല്യ സ്നേഹിത. ജീവിതത്തിൽ എല്ലാ മേഖലയിലും ബാണ്യത്തുക പോകുമ്പോത്തും എവിടെയൊക്കെ നടക്കുമ്പോത്തും ദയിക്കുമ്പോത്തും അല്ലാഹുവിന്റെ റസൂലിനെ നിഴല് പോലെ സ്നേഹിച്ചിട്ടിന്ന് റസൂലുള്ളാഹി തങ്ങളെ പിരിസപ്പെട്ട സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവിതത്തിൽ ഹറാമില്ല. എന്റെ കാരണ മുസ്ലിം ആവുടേക്ക് മുന്നോലു രണ്ട് ഇത്തര പെണ്ണുമക്കളെ നാണ് ജീമ ഗുളിയെടുത്ത് പൂത്തിട്ട് ചൊന്ന സ്വഹാബത്തുണ്ടോ അല്ലേ? ഷഹാദത്ത് കലിമ ചൊന്ന് മുസ്ലിമായപ്പ റസൂലുള്ളാഹി തങ്ങളെ മുന്നിൽ വന്ന് പുൽപ്പെട്ടൊരു നബിയെ നന്റെ 5 മക്കളെ പെണ്ണുമക്കളെ പെണ്ണ് ചൊന്നിട്ട് ആ പൂത്തിര നബിയെ ഗുളിയെടുത്തിട്ട് ജീമ അല്ലാഹു മാഫ് തണ്ട. അതാണ്ട് റസൂൽ ചൊല്ലു ഇസ്ലാം ആമലോട് കൂടെ മുന്നോലത്തെല്ലാം പൊളിഞ്ഞു പോയിട്ട് പേടിക്കണ്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തേത് ഒന്നും ചൊല്ലുകില്ല, ഒരു വേണ്ടാത്തതുമില്ല. എന്തുക യാറാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹഹു കറമല്ലാഹു വജ്ഹഹു ചൊല്ലൽ പോലും സുന്നത്തുണ്ട്. കേട്ടറാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ പേര് കേൾക്കുമ്പോൾ കറമല്ലാഹു വജ്ഹഹു ചൊല്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും ഇതേ കറമല്ലാഹു വജ്ഹഹു ചൊല്ലൽ സുന്നത്തുണ്ട്. എന്റെ കാരണം ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുന്നിലും തല താത്തില്ല. ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തെ മുന്നിലും മുസ്ലിം അവിടേക്ക് മുന്നിൽ പോലും തല താത്താത്ത മഹാൻ ആ മുഖത്ത് അല്ലാഹു ബഹുമാനിക്കട്ടെ. അബ്ദുൽ വാസി ഉസ്താദ് ചൊന്നില്ലേ നിസ്കാരത്ത് കൈകെട്ടെങ്ങനെ അല്ലേ? ഒരാള് വന്നിട്ട് ഒരു പോലീസ് ഒരാള് വന്നിട്ട് മീത്തനങ്ങനെ കണ്ണ് കാട്ടിട്ട പേടി പാട്ടിട്ട എന്തെങ്കിലും നോക്കുമ്പോഴത്തേങ്ങനെ ഹെർപ്പ ശരണവിടെ എങ്ങനെ രണ്ട് കൈമേലാക്കി ശരണായ ഒരു നാടിൽ കോണയിൽപ്പെട്ട അല്ലാഹുടെ മുന്നിൽ ശരണ അവിടെ നങ്ങ
ഈ ശരണായത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ എതിർക മാത്രം. അല്ലാഹു അല്ലാതെ ഒരാളെ എതിർക്കും, ഒരു ദൈവത്തെ എതിർക്കും, ഒരു ബിംബത്തെ എതിർക്കും. മുസ്ലിം അവിടേക്ക് ഒന്നിലും ശരണായില്ല. എന്തേ ആ സംസ്കരിക്കപ്പെട്ട സ്വഭാവ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് പറകില്ല. കാരണം ചങ്ങായി നല്ലായതുകൊണ്ടു. അതാ സ്വാലിഹികളുടെ ബന്ധം വേണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ചെന്ന സ്വഹാബ, നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ആരെ ചങ്ങായി പാടാക്കുന്നോട് പഠിക്കോർ, ചിന്തിക്കോർ. ആരെ ചങ്ങായി പാടാക്കണോ ചൊന്ന് ആലോചനാക്കോർ. ഞങ്ങളെ മക്കളെ ജാഗ്രത ആക്കണം ഉമ്മമാരെ. ഇന്ന് സുബ്ഹാനല്ലാഹ് 18 വർഷത്തെ ഒരു ബാലകാര ചെറിയ വയസ്സിലെ ബാപ്പ വിട്ടുപോയിട്ട്, ബാപ്പയില്ലാത്ത 1-2 വർഷത്തെ വയസ്സിൽ ഈ കിടാവുകു വേണ്ടി ജീവനം നടത്തിയിട്ട്, പിന്നെ ഒരു മങ്ങില പോലും ആവാണ്ട് ഈ കിടാവുകു വേണ്ടി ജീവനം നടത്തിയ കനിക്കത്തെ ഉമ്മ ത്യാഗാക്കിയ ഉമ്മ, സ്വന്തം ജീവനത്തെ ത്യാഗാക്കി. പലപ്പോഴും പെണ്ണിങ് 1-2 കിടാവ് എന്നിട്ട് മാപ്പിള മരിക്കുമ്പോ രണ്ടാമത്തെ ഒരു മംഗലത്തേക്ക് തയ്യാറാവില്ല. എന്തേ? സ്വന്തം ജീവന വില വിഷയല്ല. ഈ മക്കൾക്ക് വേണ്ടി ആ ജീവനത്തെ ത്യാഗാക്കടെ മനോഭാവമുള്ള ഒരു വ്യക്തിത്വം എങ്കിൽ അത് ഉമ്മ മാത്രം. ഉമ്മകെ സാധ്യ. ഏതെങ്കിലും ഒരു ബാപ്പടെ ഞങ്ങൾ കേട്ട ഉമ്മ പെഞ്ഞായി മറിച്ചിട്ടാകുമ്പോ നന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നാണിന് മങ്ങിലാവില്ല, നന്റെ മക്ക വേണ്ടി ജീവിക്കല സാധ്യല്ല. മങ്ങിലാവക തീരാതെ തപ്പൂണ്ടല്ല നാ ചൊന്നെ. പക്ഷെ ഉമ്മയുടെ മഹത്വം ചൊന്നെന്നാ. സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വന്തം തടിരെ ത്യാഗാക്കിടക്ക് എനിക്ക് ഒരു മനോധൈര്യം ഒരു ഉമ്മക മാത്രം. 2 വർഷത്തെ കിടാവിടെ വിട്ടുപോയപ്പോ ബാപ്പ ആ കിടാവുക്ക് വേണ്ടി പലൗത്തുക പോയിട്ട് ഇടകലിയിട്ടും കൂലി സൊറാക്കിയിട്ടും ചാക്കിരി എടുത്തിട്ടും എന്തെല്ലാം വിട്ടി സൊറാക്കിയിട്ടും ഈ കിടാവുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണോ, നല്ല ഒരു അവസ്ഥക്ക് എത്തുപാട്ടണോ ചൊന്നിട്ട് ജീവിച്ച കനിക്കത്തെ ഒരു ഉമ്മ. 17 വർഷത്തിൽ ആ ബാലകാര മോനുണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്, ഉമ്മടെ കൊത്തിട്ട് കൊന്നിട്ടു, ഇടിക്കൊത്തി തർച്ചിട്ടിട്ട് റായത്തെങ്കിലെതിരൊക്കെ കത്തി കാട്ടി ചൊന്നോല, ഇതുണ്ടല്ലേ നന്റെ ഉമ്മ നന്റെ പെത്തേക്കൊല്ല ശിക്ഷ. കഥയല്ല, ഏതെങ്കിലും ഇതിൽ പറഞ്ഞ സ്റ്റോറി അല്ല. അങ്ങനെ നേരടെ രാജ്യ കേരളത്തിൽ നടന്ന കനിക്കത്തെ ഒരു ഇൻസിഡന്റ് ആണ്. ഒരു ഉമ്മ ആ ഉമ്മയുടെ കൊന്ന മോണ് ചൊല്ലേ നന്റെ പെത്തേക്കൊല്ല ശിക്ഷ ചെയ്ത്. പിന്നൊരു ഉമ്മയുടെ കഥ കേൾക്കണ. പിന്നെ ഉമ്മ സോഷ്യൽ മീഡിയത്തെ മുന്നിൽ വന്ന് ചൊല്ലേ നന്റെ ബാലകാര മോൺ ഉള്ളിലേക്ക് എനിക്ക് തൗത്തുരു ഒർത്തിಗೆ നന്റെ മോണ്ടിട്ടിಗೆ കൊണുകു പേടിയാവോടു. ആരെ വിശദീകരിക്കില്ല, ഇമേജ് ഊഹിച്ചിട്ടെടുക്കോ. നന്റെ മോണ് ബാലകാര ഉള്ള ഔത്തുಲು നക്കിക്കൊണുകു പേടിയാവോടു ഒർത്തിಗೆ. എന്തേ ആയിട്ടിക്കോ ആൾച്ചനാക്കി നോക്കും. എന്റെ ഇങ്ങനെ ഞങ്ങളെ മക്കായ ഞങ്ങളെ സമൂഹം ഈ ഒരു അവസ്ഥക്ക് നീങ്ങിയിട്ടുള്ള കാരണം എന്തേ? ഉമ്മാബക മക്കളുടെ വിഷയത്തിൽ ജവാബ്ദാരി ആരാണ്? ഇതൊക്കെ ഹോണെ പഠിപ്പാട്ടെ ഉസ്താദന്മാരാ, സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചർമാരാ, അഥവാ സമാജമാ, നിരക്കരമാ? ആരാണ് ഇതിക്ക് ഉത്തരവാദി? ആരാണ് ഇതിക്ക് ഉത്തരവാദി? പരിശുദ്ധ ഈമാന്റെ പ്രഭയുണ്ടല്ലേ, ചെറിയ കിടാവിക്കൊമ്പത്തുക ആ വെളയുവ സിരി മുളക്കയല്ലി ചൊല്ലുള്ളേ. അപ്പമേ ആ ഈമാന്റെ അംശത്തെ കൽബ് കിട്ടുകൊടുക്കണം. അതാണ് ഇസ്ലാം പഠിപ്പായിട്ട് കിടാവിടെ പെറ്റ സാത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധമായ ആ ബാങ്കയുടെ ശബ്ദം കിടാവിടെ കാതുകെ പാട്ടി. ആ കിടാവ് തെല്ല് വലിയാമ്പത്തു കിടാവ് അല്ലാഹുടെ ബഗ്യ ഹസ്ബി അല്ലേ. പണ്ട് ഞങ്ങൾ ജോലികൾ പാടി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പാടിയിട്ടാണ് കിടാവ് ആട്ടി ഉറക്കൊണ്ടിരുന്നത്. നല്ല ബദലയിത്ത് പോയി ഇണ്ട് മൊബൈൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചിട്ട് ഉണ്ട്. ഞങ്ങളെ മക്ക ചെറിയ 2 വർഷത്തെ കിടാവ് ഇംഗ്ലീഷിലും ഉണ്ടുമ്പോ ഞങ്ങൾ വലിയ അഭിമാന കൊസി. ഞങ്ങളെ കിടാവ് ഇംഗ്ലീഷിൽ പലക്ക പറഞ്ഞ് ചൊല്ലുമ്പോ ഓരോ ബാപ്പക്കും ഓരോ ഉമ്മക്ക് അഭിമാന. ഞങ്ങളെ കിടാവുക ഹലാനക്ക് ടോയ്ലറ്റിക്ക് പോകുമ്പോഴത്തേക്ക് ചൊല്ലി ദിക്കിരെന്തിരെ ചൊന്നു കൊടുത്തിട്ടു അത് കിടാവുക തിരിയുമ്പോഴത്തേക്ക് ഒരു അഭിമാനം ഞങ്ങൾക്കില്ല. ഇതുപോലത്തെ ഒരു മക്കാമുടെ പരിസരത്തൊക്കെ ഗുണപരമ്പത്തൊക്കെ ആ കിടാവിടെ കൈപിടിച്ചിട്ട് മോണു ഞങ്ങളെ പോലത്തെ ഞങ്ങളെ കാണാൻ മുന്നിൽ ജീവിച്ച ആളുമാരെല്ലാം കൂടെ മരണപ്പെട്ട് കിടന്നിന്റെ മോനെ ഞങ്ങന്നാലിങ്ങനെ പറകൊണ്ടു അങ്ങ് ഒരു സലാമു ചൊല്ലുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ദാര ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ.
ഇത് ചൊന്നു കൊടുത്തിട്ട് കിടാവു അത് ചൊല്ലുമ്പോ ഞങ്ങൾ അഭിമാനം ഇല്ല, അതൊരു വിഷയമേ അല്ല. ഞങ്ങൾ എല്ലാ രാജ്യാന്തര എന്റെ കിടാവ് ഇംഗ്ലീഷ് തെരിയോളൂ. ഇത് കിടാവ് ഇംഗ്ലീഷ് കൊണ്ടുവരുന്നത് മാത്രമല്ല, എല്ലാ വിഷയത്തിലും പാശ്ചാത്യ സംസ്കാരത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന മുസ്ലിമായ മനുഷ്യ ഞങ്ങളെ യുവജനാംഗ ഞങ്ങളെ തലമുറ എങ്ങനെ ആകുണ്ടെന്ന് ആലോചന. അങ്ങനെ ഹിരിയ ആൾമാരെ ഞങ്ങൾക്ക് പേടിയത്ത് ഗൗരവവിയത്ത്. ഞങ്ങളെ സ്വന്തം ബാപ്പല്ലെങ്കിലും ബാപ്പയുടെ എലവണ മൂത്തവണ അല്ലെങ്കിലും റായത്തിൽ നിന്ന് ഹിരിയ ആൾമാരെ പോലും ബഹുമാനിച്ച കനകത ഒരു കാലയത്ത് എങ്കിലുണ്ട്. സ്വന്തം ബാപ്പയുടെ പോലും സ്വന്തം ഉമ്മയുടെ പോലും അവഗണിക്കര കാലത്ത് എത്തിപ്പോയറാ. അതാണ് ഈമാൻ നഷ്ടപ്പെട്ടു പോണ്ടേ ചൊന്നെങ്കിൽ അല്ല ആദരിച്ചെങ്കിലൊട്ടുകല്ല അനാദരവ് ഈമാൻ നഷ്ടപ്പെട്ടു പോണുകൊല്ല കാരണമാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ അത്രമാത്രം വലിയ സ്ഥാനമാനത്തിൽ എത്തുന്നുകൊല്ല കാരണ അല്ലാഹുവിന്റെ റസൂലൊട്ടുകൊല്ല അങ്ങേയറ്റത്തെ ബഹുമാനമാണ്. നബി തങ്ങളൊട്ടുകൊല്ല പിരിസപ്പാടാണ് പെങ്ങള്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 38ാമത്തെ വയസ്സിൽ മുസ്ലിമായിട്ട് 63ാമത്തെ വയസ്സിൽ വഫാത്താകുന്നു. 25 വർഷം മാത്രം നിസ്കരിക്കുന്ന അവസരം കിട്ടിരേ. 25 വർഷം റമളാൻ നോമ്പ് പിടിക്കുന്ന അവസരം കിട്ടിയിട്ടില്ല. 25 വർഷത്തിൽ ധാരാളം ഖത്മ തീർക്കുന്ന അവസരം കിട്ടിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ റമളാൻ സ്വീകരിച്ച ആളുമാർ ഞങ്ങളൊട്ടികയില്ലേ. 80 വയസ്സായിട്ട് 80 വർഷത്തിൽ പോലും 80ാമത്തെ വർഷത്തിൽ പോലും റമളാന്റെ ഒരു നോമ്പ് കൂടാത്ത വയസ്സിലാളുമാറുണ്ടു. പ്രായപൂർത്തിയായപ്പോ 6ാമത്തെ വയസ്സിൽ തുടങ്ങിയ റമളാൻ നോമ്പ് 80 വർഷം കഴിഞ്ഞിട്ട് പോലും നഷ്ടപ്പെടുത്താത്ത ആളുണ്ടോ എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്തര റമളാൻ നോക്കണുകൊല്ലേ അവസര ജീവനത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. എങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടോ സ്വഹാബ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാന്റെ ഒരു തിറാസിൽ വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാന്റെ പിന്നൊരു തിറാസിൽ വെച്ചെങ്കിൽ പോലും അബൂബക്കർ ഈമാനക്ക് തിന്നയാറമാണ്. കാരണം ഇബാദത്ത് കൊണ്ടല്ല പെണ്ണുങ്ങള് അല്ലാഹുവിന്റെ റസൂലൊട്ട് വല്ല അങ്ങേയറ്റത്തെ ബഹുമാനം ആദരവ് കൊണ്ടാണ്. അതല്ലേ ഒരു ഇഖാമത്തിലെ ഞാറാമത്ത് ബിലാൽ തങ്ങൾ ചൊല്ലുടൂ അല്ലാഹുവിന്റെ റസൂൽ ഒരു പഞ്ചായത്തിക്ക് പോയിട് അല്ലാഹുവിന്റെ റസൂൽ ഒരു സുൽഹ കൊണുകു പോയിട് ഒരു ഗോത്രത്തെ ആൾമാരെ നടുല് സുൽഹ കൊണുക അല്ലാഹുവിന്റെ റസൂൽ പോയിട് ഇഖാമത്തിലെ ഞാറാവോടോ നാണ് ഇഖാമത്ത് കൊടുക്കൂടെ നിങ്ങൾ ഇമാമു നിക്കടാറാണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിരൊട്ടിക്ക് കേൾക്കുമ്പോ തുകൂ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലുടൂ ഇഖാമത്ത് കൊടുക്കോരു ബിലാലേ നാണ് ഇമാമു നിക്കട. എന്നിട്ട് ഇഖാമത്ത് കൊടുത്തിട്ട് ഇമാമത്ത് നിന്റെ നിസ്കാരം ഇങ്ങനെ തുടങ്ങുമ്പോ തുകൂ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിവരം കിട്ടര് സ്വഹാബത്ത് സൂചന കൊടുക്കടാറ്. ആ സൂചന കൊടുക്കുന്നതിൽ സ്വഹാബത്ത് ഒരു തപ്പ് സംഭവിച്ചു പോണ്ടു. സ്വഹാബത്ത് ഇസ്ലാമിന്റെ എല്ലാ വിഷയം ഒരേ അടിക്ക് തെരഞ്ഞത് എന്തുമല്ലല്ലേ. ഹന്തമായിട്ട് ഇസ്ലാമിന്റെ ಬಗ್ಗೆ അങ്ങ് പഠിക്കരേ. നിസ്കാരത്തിൽ പലക്ക പറഞ്ഞ സ്വഹാബത്തുണ്ടു. പള്ളിരെ ഉൾക ചിലപ്പോ മൂത്രബീത്തി പോയ ആളുണ്ടു. കാരണം പള്ളിരെ ബഹുമാനപ്പ ഗൊന്തില്ലാത്ത ത്തിൽ പലക്കബരിയൊക്കെ തീരാണ്ട് ഗൊന്തില്ലാത്ത ഹന്തമായിട്ട് ഇങ്ങനെ പഠിക്കടേ. ഓരോ സന്ദർഭത്തിൽ ഹന്തമായിട്ട് ഇങ്ങനെ പഠിക്കും. ഒരു നാൾ ഒരു അറാബിയായ ഒരാളുണ്ടല്ലേ പള്ളിരെ ഉൾക തെച്ചിട്ട് ഒരു മൂലൽ മൂത്രബീത്തര് പള്ളിരെ ഉൾക അങ്ങ് എന്താക്കോ ഉള്ളാളത്തെ പള്ളിരെ മൂലൽ ഒരാള് ഇടാവു കുന്താവാണ്ട് ബീത്തി പോയി അങ്ങനല്ല മണപ്പൂർ ഒരു വലിയ ഒരാൾ ഒരു ബാലകാർ അല്ലെങ്കിൽ ഒരു വയസ്സര ഒരാൾ പള്ളിരെ മൂലൽ തെച്ച് മൂത്രബീത്തി ഉണ്ട്. ഉള്ളാളത്തെ എന്താക്കുവാർ മൂത്രബീത്തിരത് ബുഡോർബാവ ചില പള്ളിയിലെല്ലാം നോക്കണം മീത്ത് ജോറ് കഫ വന്നിട്ട് ഒരു വയസ്സരാൾ പറത്തു പോകായില്ല. സഡൻ ദമ്മ് കെട്ട കനിക്ക് ഒരു കണ്ടില് തുപ്പുക നോക്കിയിട്ട് പാരിട്ടയൽ അടിക്കോ ബന്ധ കനിക്ക വണ്ടിയില്ല. ചില ആൾമാർ കണ്ടിൽ തുപ്പോത്തി അവിടെ എഴുതി വെച്ചിട്ടില്ല കിട്ടക്കിന്റെ ഉകള പറഞ്ഞു അല്ല പള്ളിയിലുള്ള ഒരു അറാബി അയാൾ മൂത്രബീത്തി ഈ തൊമ്പത്തുക്ക് സ്വഹാബത്ത് ഇങ്ങനെ പാരി പോകുന്ന അയാളുടെ മേൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ദഉ സ്വഹാബ ദൂറാവ് അല്ലാഹുവിന്റെ റസൂൽ ദൂറാവ് ഒരു സ്വഹാബ ദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിൽ പള്ളിയിലുള്ള മൂത്രബീത്തിലെ ഒരു അറാബിയായ ഒരാൾ റസൂൽ സ്വഹാബ അയാൾ ബീത്തിയത്ത് കംപ്ലീറ്റ് ബീത്തിയത്തിൽ പിന്നെ അയാളുടെ മുട്ട വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു
ഇത് പള്ളി തീര തുപ്പകു തീര ലീജെന്തെങ്കിലും സാമാന്യ തീര നജസല്ലൊടുകു തീര ഇത് നിസ്കരിക്കണകും ഖുർആൻ ഓതുകും ദിക്റല്ല ചൊല്ലണകും ലക്കനിക്കത്തെ ജാഗയായിട്ട് കിട് ആണ്ട റസൂൽ ഇത് ചൊല്ലുമ്പോൾ ആളിങ്ങനെ അത്ഭുതമായിട്ട് മുഖത്ത് നോക്കി ഇത് എന്ത് സ്വഭാവ ഇത്ര ആൾമാർ എന്റെ മേലു പാറോ നോക്കിയാ സ്വഹാബികൾ എന്റെ മേലു പാറോ നോക്കിയാർ നന്നിട്ട് ഒരു തപ്പ് വന്നു പോയിട്ടാ അയാൾ തെരിയാണ്ട് ബീത്തിരെ പള്ളിയുടെ ഹുർമത്ത് കൊന്തില്ല പള്ളിയുടെ ഉളുകൊല്ല ആദാബെന്തിന്റെ കൊന്തില്ല ആ തെരിയാണ്ട് ബീത്തിയപ്പോ സ്വഹാബത്ത് എന്നെ മേലു പാറോ നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളെ തടഞ്ഞിട്ട് മാത്രല്ല കംപ്ലീറ്റ് ബീത്തൊക്കെ വിട്ടു അതിൽ തടയിടുന്ന പേര് ഇടങ്ങിരല്ല മൂത്ര ബീറ്റ് കൊണ്ടിരിക്കുമ്പോൾ കട്ടാക്കി നിപ്പാട്ടിനെങ്കിൽ ഇടങ്ങിരല്ല റസൂൽ അവർ കരുണ നോക്കൂ ബീത്തൊക്കെ പൊട്ടുത്തു എന്നിട്ട് പള്ളിയുടെ മഹത്വത്തെ ചൊന്നു കൊടുത്തു ആ അറാബി സന്തോളത്തിൽ ചൊന്നിന്തിര കൊന്നുണ്ട അല്ലാഹുവേ റബ്ബേ പടച്ചോനെ നക്കും ഈ മുഹമ്മദ് നബിക്കും നീ റഹ്മത്ത് ചെയ്യ് ഞങ്ങളെ കൂടെ വേറെ ഒരാളും റഹ്മത്ത് ചെയ്യരണ്ടാ ഈ കൊസിലിയാണ് ദൂരം ആ ദൂരക്കുമ്പോഴത്തേക്ക് അള്ളാന്റെ റസൂല് ചൊല്ലു അപ്പം ചിരിക്കരുത് നബി തങ്ങൾ പുഞ്ചിരിക്കട് എന്നിട്ട് ചൊല്ലു ആരാവിരട്ടിയ അള്ളാന്റെ ആ വിശാലമായ കരുണ റഹ്മത്ത് അതിന് നീ എന്തൊക്കെ ചുരുക്കുടെ എല്ലാവർക്കും റഹ്മത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ റഹ്മത്തിന്റെ അള്ളാന്റെ റസൂല സ്വഭാവം അതാണ് അള്ളാന്റെ റസൂല സൗമ്യമായ സ്വഭാവം അതാണ് പണ്ഡിതന്മാർക്കും ആലിമീങ്ങൾക്കുമായ സ്വഭാവം ഉലമാ അള്ളാന്റെ റസൂല പ്രവാചകന്മാരെ അനന്തരാവകാശികളാ അള്ളാന്റെ റസൂലിനന്തര പരിശുദ്ധമായ ഈ ദീൻ ഏത് രൂപത്തിലാണോ അള്ളാന്റെ റസൂല് കൊണബന്ധ തന്നിരെ അതേ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരേക്കും കാത്തു സൂക്ഷിക്കരകനിക്കത്തെ ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കുണ്ട് ജവാബ്ദാരിയുണ്ട് ആ ജവാബ്ദാരിയെ നിബാഹിസമ്പത്തുകൂ കൂടെ ഉള്ള നേതാക്കന്മാര് ആ പണ്ഡിതന്മാർ ചൊല്ലി ദീന്റെ നടപ്പിലാക്കൊണ്ടു സഹായിക്കണോ ആ സഹായിക്കണതിനെ വിട്ടിട്ട് സുബ്ഹാനല്ലാഹ് ചില ജാഗൽ എന്തെങ്കിലും ദീനിന്റെ അഹ്കാം ചൊന്നെങ്കിൽ ആ റമദാനിൽ പിന്നെ ആ മുദരിസില്ലേ ആ റമദാനിൽ പിന്നെ ഖതീബില്ലേ പല ജാഗലും ഫോണുണ്ട് അത് ഞങ്ങൾക്ക് നല്ല ജണ്ട ആളാവണു റമദാനിൽ ഫോണാക്കി ഏതെങ്കിലും ഒരു പള്ളിയുടെ ഖജാൻജി സെക്രട്ടറി ഞങ്ങൾ നല്ല ജണ്ട ആളാവണു നല്ല ആളാ എന്ത് അങ്ങ് മറന്തടിക്കണു തോട്ടത്തിൽ അടയ്ക്ക പറക്കണം അല്ല ഉസ്താദ് ഇമാം നിക്കണു അല്ലെ ഒരു ഖതീബായിട്ടും ഇമാമായിട്ട് നിക്കരുത് നിങ്ങൾക്ക് ആളായിട്ടല്ലേ അള്ളാഹുടെ പരിശുദ്ധമായ ദീനക്ക് നേതൃത്വം കൊടുക്കരുത് നിങ്ങൾ ആളായിട്ട് ഞങ്ങൾ ജണ്ട ആളാവണം ഈ ആളുകളുടെ ഭാവന എപ്പ മനസ്സിൽ ബന്ധ അതോടെ ആ റായത്തിൽ പിന്നെ ഇൽമു ചൊല്ലെ ശരിയായ ഒരു നല്ല ആലിം എന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടാൻ അങ്ങനെ ആദരിക്കണം ബഹുമാനിക്കണം എത്ര ആദരിക്കണോ ഇമാം അബൂ ഹനീഫത്തുൽ കുഫി റഹ്മത്തുള്ളാഹി അലൈഹി എത്ര വലിയ മഹാനാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടു ഞാൻ അബൂ ഹനീഫ ഇമാമുടെ മഖ്ബറ ഉള്ള ജാഗല് ഒരു ജണ്ടരകാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുരട്ടിಗೆ പോയിട്ട് ആ അബൂ ഹനീഫ ഇമാമുടെ ഖബറിന്റെ പരിസരത്തിൽ നിന്നിട്ട് എന്തര അല്ലാഹുരട്ടിಗೆ ദുവറന്നരാമാ അല്ലാഹ് നിന്റെ നിരാശ ആക്കിയിട്ട് ഇല്ല അത്ര വലിയ മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സ്വന്തം മോനുകു ഖുർആൻ പഠിപ്പാട്ട് ഒരു ഉസ്താദിനെ കയ്യിലേൽപ്പിച്ചു കൊടുക്കൂടു എന്നിട്ട് മോനുകു പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പാട്ടി കൊടുത്ത സമയത്തിൽ 1000 ദീനാർ കെട്ടെടുത്തു പോയിട്ട് ഉസ്താദിനെ കയ്യിൽ കൊടുത്തു ആ കിടാവുകു വേണ്ടി ദുവറപ്പാട്ട് എന്നിട്ട് ചൊല്ലു ഉസ്താദ് ഇതിനെ കാണ യാറ ബംഗാറ് മീത അബൂ ഹനീഫ രൊട്ടിക ഇന്നിട്ടില്ലെങ്കിൽ തന്റെ കിടാബു ഖുർആൻ പഠിപ്പാട്ടിയതൊക്കെ വേണ്ടിയിട്ട് സന്മാനമായിട്ട് തറാത്ത ഉസ്താദ് സുബ്ഹാനല്ലാഹ് ഇന്റെ ബംഗാറ് വേണ്ട ഇണ്ട് റമദാന്റെ മുന്നിൽ റജ കിട്ടുമ്പോഴത്തേക്കും മീത്ത മക്ക ഉമ്മ ഉസ്താദ് നാ കുറയുമ്പോ തരണം മധുവറപ്പാട്ട് എല്ലാരും സീരണി പൈസ കൊണ്ടു പോകുന്നു ചൊന്നര ചൊല്ലുമ്പോ പാപ്പ ഉലക തെച്ച് കേൾക്കല് എന്ത് അങ്ങ് ശമ്പളം കൊടുക്കൂല്ലേ ശമ്പളം ഒരു ആലിം ഒരു ഉസ്താദ് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിപ്പാട്ടേക്ക് ശമ്പളം കൊടുക്കും ദുനിയാവിൽ ആർക്ക് തീരു ശമ്പളം കൊടുക്കുന്ന ശമ്പളം ചില ആളുമാർ ചൊല്ലും ഞങ്ങൾ പഠിപ്പാട്ടേക്ക് ശമ്പളം തന്നിട്ടില്ല എന്ത് ശമ്പളം മോനെ ശമ്പളം അല്ലാഹുവിന്റെ റസൂല് ചൊല്ലു ഇൽമു പഠിപ്പാട്ടി ഒരാളുടെ ശമ്പള അയാളുള്ള പ്രതിഫല അത് പൂർത്തിയാക്കൊണ്ടു സാധ്യ അവിടെ അല്ലാഹുവിന് മാത്രം സാധ്യ അവിടെ ഒരു കാര്യത്തെ നീ എങ്ങനെ ഏറ്റെടുത്ത് എന്നാ കൊടുത്തില്ലേ എന്നാ തന്നില്ലേ അഹങ്കാരപൂടണം അള്ളാഹു ഈമാൻ നശിപ്പിച്ചു കളയൂ ഈമാൻ അള്ളാഹു സലാമത്താക്കട്ടെ ആമീൻ
നിങ്ങളെല്ലാവരും അല്ലാഹു ഈമാൻ സലാമത്താക്കണം. വിശദീകരിക്കില്ല. അപ്പൊ ഞാൻ ചൊന്നോട്ട് വന്നേ, പരിശുദ്ധമായ സ്വാലിഹീങ്ങൾ അല്ലാഹുടെ റസൂൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകളുടെ അങ്ങേയറ്റത്തെ ബഹുമാനം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇഖാമത്തിന് നേരായിട്ട് ഇഖാമത്ത് കൊടുത്തു. സിദ്ദീഖ് തങ്ങൾ ഇമാം നിന്റെത്ത് സ്വഹാബികളുടെ കൈ ഇങ്ങനെ തട്ടോ തുടങ്ങിയാൽ എന്തേ സൂചന കൊടുക്കൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങ വന്ത് അല്ലാണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഗൊന്തവിടെ റസൂലായി തങ്ങൾ ബന്ധുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു നിസ്കാരത്തിൽ അപ്പുറം നോക്കില്ല. പക്ഷെ അല്ലാണ്ട് റസൂൽ ಬಂದದ್ದು ഗൊന്തവിടെ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ പെരകെ പിറകു നോക്കും. കഫ്ഫുൽ നിക്കടെ നബി തങ്ങൾ ഇമാം വന്ന് നിക്കട്ടെ. അല്ലാണ്ട് റസൂൽ ചൊണ്ട് അബൂബക്കറെ അവിടെ മെനിക്കോർ പെരകെ ബറണ്ട നിങ്ങൾ അവിടെ മെനിക്കോർ നിസ്കാരത്തെ പൂർത്തിയാക്കോർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കേട്ടില്ല. അല്ലാണ്ട് റസൂൽ ചൊന്നിട്ടും കേട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പലക്കത്തെ ബലബയിക്കാന്റെ പെരകെ ബന്ധിന്റെ അല്ലാടെ റസൂല് പോയിട്ട് ഇമാമ് നിന്റെ നിസ്കാരത്തെ പൂർത്തിയാക്കിയിട്ട് എല്ലാം കഴിഞ്ഞാൽ പിന്നെ കേക്കിട് സ്വഹാബാ ആണിങ്ങ നിസ്കാരത്തിൽ ഇമാമ് കുറെ എച്ചരിക്ക കൊടുക്കണമെങ്കിൽ ഒരു സൂചന കൊടുക്കണമെങ്കിൽ കൈ തട്ടണായതല്ല, അത് തസ്ബീഹ് ചൊല്ലല് കൊണ്ടുകൊണ്ട് മസാല ചൊന്നു കൊടുക്കൂടൂ. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളിട്ട് ചൊല്ലൂടൂ, അബൂബക്കറെ നാളിമാമ് നിന്റെ നിസ്കരിക്കോറോ ചൊല്ലുമ്പൊത്തുകോ എന്റെ നിന്റെ പലകത്തുക ബലബയിക്കാത്തേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിട്ട് ചൊല്ലോടോ, നബിയേ അല്ലാഹുവിന്റെ റസൂലെ കാണ എതിർ നിന്റെ നിസ്കരിക്കരകനിക്ക് ഒരാള് അബൂ ഖുഹാഫ ജന്മം കൊടുത്തിട്ടില്ല നബിയേ. അബൂ ഖുഹാഫക്ക് അങ്ങനത്തെ ഒരു മോനുണ്ടായിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പെരകെ നിക്കുമ്പൊത്തുകൂ അല്ലാഹുവിന്റെ റസൂലെ കാണ എതിർ പോയി നിക്കടകനിക്ക് ഒരു മോണുകൂ അബൂ ഖുഹാഫ ജന്മം കൊടുത്തിട്ടില്ല നബിയേ. ബഹുമാനമാണ് ഈമാൻ. എത്രത്തോളം കൊണ്ടുള്ള പെണ്ണുകളാ ബഹുമാന. അവസാനം അല്ലാഹുവിന്റെ റസൂലെ വഫാത്തിനെ 2 വർഷം കഴിഞ്ഞിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്താവുടെ. ആ വഫാത്താവുടെ നാള് മുട്ട വന്നപ്പാ, ആ വഫാത്താവുടെ സന്ദർഭ കളിക മുട്ട വന്നപ്പാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു ചൊല്ലോടൂല, നാളെ മീത്ത് മരണപ്പെട്ടു പോയെങ്കില് തന്റെ മയ്യത്ത് കുളിപ്പാട്ടി കഫന് ചെയ്തിട്ട് തന്റെ മയ്യത്തിന് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലെ മറവ് ചെയ്യുന്ന ഹുജറത്തുൽ ശരീഫയുണ്ടല്ലേ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹാടെ മുറിയൗതുലാട് ഇണ്ട് കാണ്ട മദീനത്തെ പച്ചക്കുബ്ബ ഏത് കൊണ്ടുണ്ട പെണ്ണുങ്ങള് ആയിഷ ബീബി റളിയല്ലാഹു അൻഹാടെ മുറിയവമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹയാത്തിലിക്കുമ്പോ ആയിഷ ബീബിയുടെ കൂടെ ജീവിച്ച കനകത്തെ അവത്തെ മുറിയവമാണ്. അതേ മുറിയൗത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ കൊല്ല ഖബർ ശരീഫ് നങ്ങ പൊക്കുവാമാ നങ്ങക്ക് സാധ്യാവാ. എത്ര പിരിസാക്കളെ ഞങ്ങളെ പെഞ്ഞായി മാറേണ്ട കണ്ടെങ്കിൽ പോലും നാലനങ്ങ മരണപ്പെട്ടു പോയപ്പോ നിന്റെ മാപ്പിളുടെ പള്ളിക ഗുണപോവണ്ട. ഇന്നലെ വരേക്കും ഈ റൂമിലല്ലേ നിന്റെ കൂടെ കിടന്നത്, ഇതേ റൂമില് നിന്റെ മാപ്പിളക കബറെടുക്കോറോണ്ട് ചൊല്ലുടെ ഒരു പെണ്ണ് ഈ ഉള്ളാളത്തിൽ വാഴകെ കൊടുക്കുവന്റെ സദസ്സിലുണ്ടാ പെങ്ങള് ಬರುವ ಮಯ್ಯತ್ರ ಆವುತೆ ಒಳಗ ಮರವು ಚೇಂಜಿಂಗಲ ಆವುತಲಿಕ್ಕೋ ಧೈರ್ಯ ಬರುವ. ಮರಣಪಟ್ಟು പോയ ബലിയമ്മയുടെ കുപ്പായ എലസറ അതിന്റെ ಬಗ್ಗೆ ಬಂದು ಕೇಳ್ಕಡಾರ ಉಸ್ತಾದ ಕತ್ತು ಬಾಟೋಣ ಪೂತೋಣ ಎಂದೇ ಹುಡುಕೋಗು ಅದು ಇಡೋ ಪೇಡಿ ಅವ್ರು ರೂಹಾಣಿ ಬಂದರು ಉಂಟು. ಮಯ್ಯತ್ರೇ ಆವುತೆ ಒಳಗ ಮರವು ಚೇಂಜಿಂಗಲ ಆವುತೊಳಗೆ ఎక్కుವಾರ അല്ലാഹുവിന്റെ റസൂൽ ആ ഷറഫാക്കപ്പെട്ട ഖബർ ഷരീഫ് ആയിഷ ബീവിയുടെ മുറിയൂത്തുള്ളുക. അപ്പൊ ഇന്ന് കേട്ടിരണ്ട നാളെ ഞങ്ങമർച്ചെങ്കോ അങ്ങനെ അടക്കാമ ഉസ്താദൻ അല്ല നല്ല ഖബർസ്ഥാനമേ അതിൽ വലിയ ഗുണമുണ്ട് റഹ്മത്തുണ്ട്. എന്തേ എത്ര ആൾമാര് ദുആ കിട്ടറ് സലാം കിട്ടറ് സ്വാലിഹീങ്ങളായ ആൾമാരെ കടന്നു പറയുമ്പോൾ സലാം ചൊന്നോണ്ട് തുറന്നു പണ്ടാറ് അത് ഔത്തൊളുക എന്തെങ്കിലും കിട്ടാല. പിന്നെ അള്ളാന്റെ റസൂൽ അതാ അവർക്ക് പ്രത്യേകമായ കാരണമുണ്ട്. അതെല്ലാം വിശദീകരിക്കും നേരെയില്ല. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബറടക്കപ്പെട്ട കനിക്കത്തെ ജാഗിലെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുടെ മനസ്സിലൊരു ആശനക്കും അതേ ജാഗിലേക്ക് അടുക്കണോ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലുക്ക് വേണ്ടി ജീവിച്ചനാണ്, അല്ലാഹുവിന്റെ റസൂലെ കൂടെ ജീവിച്ച് നടന്നതാണ്. മരണപ്പെട്ട നന്തരവും ആ റസൂലുള്ളാഹി തങ്ങളെ ഖബർ ശരീഫിലെ മുട്ടമേ കിടക്കണോ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് സ്വഹാബത്തിലിട്ട് ചൊല്ലോടോ,
സുഹാബാമർച്ചെങ്ക് നിന്റെ മയ്യത്ത് കുളിപ്പാടി കഫന് ചെയ്ഞ്ഞിട്ട് നിന്റെ മയ്യത്ത് കട്ടിയില്ല പുറത്തോണ്ട് പോയിട്ട് നിന്റെ മോലായിഷാബിരാവുത്തെ ബായിൽ കട എതിർകെ നിങ്ങ ബീക്കണു എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അസ്സലാമു അലൈക്കും ചൊല്ലുന്നു അബൂബക്കർ ഉൽക ബർട്ടാട്ട് കേക്കണു അബൂബക്കറെ മയ്യത്ത് അവിടെ മറമാടുന്നു അല്ലാഹുവിന്റെ റസൂലുക പൊരുത്തമുണ്ടാ സമ്മതമുണ്ടാണ്ട് കേക്കണു അല്ലാഹുവിന്റെ റസൂൽ ശറഫാക്കപ്പെട്ട ഖബർ ഷരീഫുള്ള റൂം ഉണ്ടല്ലേ അതിരെ ബായിൽ മീത്ത് സഡൻ ആയിട്ട് ഒരാളും തുറക്കാണ്ട് അതേ ആയിട്ട് ഇങ്ങനെ തുറന്നു കിട്ടിയെങ്കിലേ തന്റെ മയ്യത്തിന് അവിടെ മറമാടുന്നു അതല്ല അല്ലാഹുവിന്റെ റസൂലെ ഖബർ ഷരീഫുള്ള ബായിൽ മീത്ത് തുറയില്ലാണ്ട് കണ്ടെങ്കില് അബൂബക്കറെ മറവ് ചെയ്യട്ടാണ്ട് നിങ്ങൾ സമ്മത കേട്ടപ്പാ ആ ബായിൽ മീത്ത് തുറയില്ലാണ്ട് കണ്ടെങ്കില് ജന്നത്തുൽ ബഖീഇല് എല്ലാ ആളുമാരെ മറവ് ചെയ്ത ജാഗല നിന്റെ മറമാടുന്നു ചൊല്ലുടോ വഫാത്തായിട്ട് കിടക്കുമ്പൊത്തുക പോലും അല്ലാഹുവിന്റെ റസൂലെ പൊരുത്തം ആഗ്രഹിച്ച മഹാനാണ് മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളെ വിളിക്കണ്ടാണ്ട് ചൊല്ല ഈമാനില്ലാത്ത മുസ്ലിമേ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾക്ക് മരണപ്പെട്ടു പോയ നന്തര ഒരു കടിവുമില്ല ആ മഹാന്മാരെ ഹദറത്തുക പോയിട്ട് അല്ലാഹുവിന്റെ ദൂരക്കിടത്തിൽ അർത്ഥമില്ലാണ്ട് ചൊല്ലുടാള് റസൂലുള്ളാഹി തങ്ങളെ റൗദാ ശരീഫിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ആ മയ്യത്തിനെ ഇങ്ങനെ വെച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലോടോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് നബിയേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് നബിയേ ഈ മയ്യത്തിനെ അവിടെ മറമാടട്ടെ നബിയേ അത് ചൊല്ലൽ കൂടെ ബായിൽ തുറയിടേട്ട് മാത്രല്ല പെണ്ണുങ്ങള് അല്ലാഹുവിന്റെ റസൂല റൗദാ ശരീഫിന്റെ ഉൽഗത്തെ ഒരു ശബ്ദം ജോറ് കേൾക്കടൂല അദ്ഖിലുൽ ഹബീബ് ഇലൽ ഹബീബ് വഇന്നൽ ഹബീബ ലിൽ ഹബീബ് മുഷ്താഖ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ചങ്ങായിരേ അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണബന്ന് കിടപ്പാട്ടോറ് സ്വഹാബ അബൂബക്കർ നിന്റെ കൂടെ വന്ന് കിടക്കെടുതിരനാണ് വല്ലാണ്ട് ആഗ്രഹിച്ചിട്ട് കാത്തോണ്ടുള്ള സ്വഹാബ വഫാത്തായ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദാ ശരീഫിന്റെ ഉൽഗത്തെ ശബ്ദം കേൾക്കട് അബൂബക്കർ സിദ്ദീഖ് തങ്ങള് റളിയല്ലാഹു അൻഹുടെ ഖബർ ഷരീഫും അതേ റൂമിടെ ഉൽഗൈത്ത് അതാണ് അല്ലാഹുവിന്റെ റസൂലുകളുടെ അദബ് കൊണ്ട് ബഹുമാനം കൊണ്ട് നേടിയത് മഹാന്മാരെ സ്വാലിഹീങ്ങളുട്ടികളെ അദബ് കൊണ്ട് സ്നേഹം കൊണ്ട് പിരിസം കൊണ്ട് സമ്പാദിച്ചത് അത് എല്ലാവരുടെയും പേര് മഹാന്മാരായ സ്വാലിഹീങ്ങൾ എല്ലാവരുടെയും പേരും അല്ലാഹുവിന്റെ റസൂലിന്റെ നന്തര ആ പാരമ്പര്യം അവിടെ സയ്യിദന്മാർ തങ്ങന്മാർ അഹ്ലു ബൈത്തിൽ പെട്ട മഹാന്മാർ അങ്ങനെ